സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചാൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് രണ്ട് നിബന്ധനകൾ, ഇഖ്ലാസും ഇത്തിബാഉമാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞ ഈ വഴിയിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും അള്ളാഹുവിലുള്ള പ്രതീക്ഷയും അവനുണ്ടായിരിക്കണം. ഈ യാത്രയിൽ വേഗത കൈവരിക്കാൻ അള്ളാഹുവിനോടുള്ള സ്നേഹം ഉണ്ടായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള സ്നേഹം അധികരിക്കാൻ സഹായിക്കുന്ന ഏറ്റവും മഹത്തരമായ കർമ്മങ്ങളിലൊന്നാണ് ദിക്ർ. ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ലക്ഷ്യം മറക്കാതിരിക്കാൻ ദിക്റുകൾ അധികരിപ്പിക്കണം. ദിക്റുകൾ പല രൂപത്തിലുണ്ട്. നാവ് കൊണ്ടുള്ളതുണ്ട്, ഹൃദയം കൊണ്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലായി പഠിപ്പിക്കപ്പെട്ട ദിക്റുകളുണ്ട്. ദിക്ർ ചൊല്ലുക എന്നത് ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ നിരവധി സന്ദർഭങ്ങളിൽ ആവശ്യമുള്ള കാര്യമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അദ്ദിക്റു ലിർറജുലി കൽമാഇ ലിസ്സമകി. മത്സ്യത്തിന് വെള്ളം എങ്ങനെയാണോ അതുപോലെയാണ് ഒരു മുഅ്മിനിന് ദിക്ർ. ഇദാ ഫാറഖ മാ, ഇദാ ഫാറഖ മാ, വെള്ളത്തിൽ നിന്ന് മീനിനെ എടുത്ത് പുറത്തേക്ക് ഇട്ടാൽ എന്ത് സംഭവിക്കും? ചത്തു. ഇതുപോലെ ദിക്ർ അതിൽ നിന്ന് മാറി നിന്നാൽ നിന്റെ ഈമാൻ അതോടുകൂടി ഇല്ലാതെയാകും. അപ്പോൾ ഈ ദിക്ർ നിലനിർത്താൻ എന്താണ് വഴി? അതിനുവേണ്ടിയാണ് ഇബാദത്തുകൾ അല്ലാഹു നിശ്ചയിച്ചത്. അതിനെക്കുറിച്ചാണ് ഇനി അടുത്തതായി അദ്ദേഹം പറയുന്നത്. يتقربون إلى المليك بفعلهم طاعاته والترك للعصيان. ദിക്ർ നിലനിർത്താൻ നിന്നെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് അള്ളാഹു ഇബാദത്തുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇബാദത്തുകൾ രണ്ട് രൂപത്തിലുണ്ട്. യതഖറബൂന ഇലൽ മലീക് ബിഫിഅലിഹിം, അവർ തങ്ങളുടെ മലീക്കായ അള്ളാഹുവിലേക്ക് സാമീപ്യം തേടിക്കൊണ്ടിരിക്കുന്നു. ത്വാഅതിഹി, രണ്ട് രൂപത്തിൽ ഇബാദത്തുകളുണ്ട്. ഒന്നെന്താണ്? അള്ളാഹുവിനെ അനുസരിക്കലാണ്. നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, സക്കാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുക. ഇതൊക്കെ എന്താണ്? നന്മകളാണ്, പ്രവർത്തിക്കേണ്ട നന്മകളാണ്. രണ്ടാമത്തേത് വത്തർക്കിലിൽ അസ്യാനി, അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് ഉപേക്ഷിക്കലും എന്താണ്? ഇബാദത്താണ്. അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് ഉപേക്ഷിച്ചാൽ അതും ഇബാദത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികളോട് പറഞ്ഞില്ലേ, അവിടുന്ന് പറഞ്ഞു, ഒരു മനുഷ്യന് എല്ലാ കാര്യത്തിലും ദാനധർമ്മമുണ്ട്, നന്മയുണ്ട്. ഓരോ കാര്യങ്ങളും അവിടുന്ന് എടുത്തു പറഞ്ഞു. നല്ല വാക്കിൽ നന്മയുണ്ട്. ഒരാളെ അവന്റെ വാഹനപ്പുറത്ത് സാധനം കയറ്റി വെക്കാൻ സഹായിച്ചാൽ അത് നന്മയാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫീ ബുദ്ഇ അഹദികും സദഖ, നിങ്ങൾ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിലും നിങ്ങൾക്ക് നന്മയുണ്ട്. സഹാബികൾ അത്ഭുതപ്പെട്ടു. അവർ പറഞ്ഞു, അയാതി അഹദുനാ ശഹവതഹു ഫയകൂനു ലഹു ഫീ ദാലിക അജ്ർ, ഞങ്ങളിൽ ചിലർക്ക് ശാരീരികമായ താല്പര്യം ഉണ്ടാകുമ്പോൾ ഭാര്യയുടെ അരികിൽ ചെന്നാൽ അതിന് പ്രതിഫലമുണ്ട് എന്നോ? അത്ഭുതമാണ് കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിച്ചു ചോദിച്ചു, അറഅയ്തും ലൗ വദഅഹു ഫിൽ ഹറാമി അകാന അലൈഹി വിസ്റുൻ, അവനെങ്ങാനും തന്റെ ദേഹത്തിന്റെ താല്പര്യം ഹറാമായ മാർഗത്തിൽ തീർത്തിരുന്നു എങ്കിൽ അവനൊരു തെറ്റുണ്ടാകുമായിരുന്നില്ലേ? അവർ പറഞ്ഞത് തെറ്റാണ്. وكذلك إذا وضعه في الحلال كان له أجرا, ഹറാമിൽ വെച്ചാൽ തിന്മയുണ്ട് എങ്കിൽ ഹലാലിൽ ചെയ്താൽ പുണ്യമുണ്ട്. തിന്മകൾ ഉപേക്ഷിക്കുന്നതിലും പ്രതിഫലമുണ്ട്, നന്മ ചെയ്യുന്നതിൽ പ്രതിഫലമുള്ളതുപോലെ. പക്ഷെ പണ്ഡിതന്മാർ പറഞ്ഞു, തിന്മ ചെയ്യുന്നതിന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഉദ്ദേശത്തോടുകൂടി ആ തിന്മ ഉപേക്ഷിക്കണം.
ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ എത്ര തിന്മകൾ നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ട്, എണ്ണമില്ലാത്ത തിന്മകൾ ഉപേക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ മിണ്ടാതിരിക്കണം. ദൈവത്ത് പറയുന്നുണ്ടോ? ഇല്ല. നമീമത്ത് പറയുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ ആളുകളെ ചീത്ത പറയുന്നുണ്ടോ? ഇല്ല. വ്യഭിചരിക്കുന്നോ? ഇല്ല. മോഷ്ടിക്കുന്നുണ്ടോ? ഇല്ല. എത്ര തിന്മകൾ ഉപേക്ഷിക്കുന്നു? മദ്യപിക്കുന്നുണ്ടോ? ഇല്ല. ഇതിനൊക്കെ പ്രതിഫലമുണ്ടോ? ഇല്ല. നീ ഒരു തിന്മ ഉദ്ദേശപൂർവം ഉപേക്ഷിച്ചാൽ അതിന് പ്രതിഫലമാണ്. ഇപ്പൊ മനസ്സിലാവാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. രണ്ടാളുകൾ ബസ്സിൽ യാത്ര ചെയ്യും. രണ്ടാളുടെ സീറ്റിലിരിക്കുക. ബസ് ഒരു ബസ് സ്റ്റോപ്പിൽ നിർത്തി. അവന്റെ സൈഡിൽ ഒരു മദ്യഷോപ്പ് അത് കാണുന്നു. അതിലൊരുത്തൻ ഇന്ന് വരെ മദ്യം രുചിച്ചിട്ടില്ല. അവൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നേ ഇല്ല. മദ്യഷാപ്പിന്റെ ബോർഡ് കണ്ടാൽ അവൻ വിചാരിക്കുന്നത് എന്താ, വിഡ്ഢികൾ കൊണ്ടുപോയിട്ട് കണ്ടുപിടിച്ചിട്ട് പൈസ അറിയുന്നുണ്ടില്ലേ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം ആ മദ്യഷാപ്പോ അതല്ലെങ്കിൽ ആ മദ്യത്തിന്റെ കുപ്പികളോ അവന്റെ മനസ്സിൽ ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല. അത് ഒത്തിരി പ്രശ്നമുള്ള കാര്യമല്ല. അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. എന്നാൽ അവന്റെ തൊട്ടടുത്തിരിക്കുന്നയാൾ ചിലപ്പോൾ പഴയ കാലത്ത് മദ്യപിച്ച ആളായിരിക്കും. അവൻ ഒരു മദ്യത്തിന്റെ കുപ്പി, ഒഴിഞ്ഞ കുപ്പി കണ്ടാൽ തന്നെ ചിലപ്പോൾ അവന് ഫിത്നയാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യം വിലക്കിയ ആദ്യ കാലഘട്ടങ്ങളിൽ അറബികൾ മദ്യം കുടിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ചില പാത്രങ്ങൾ നിരോധിച്ചിരുന്നു. എന്തുകൊണ്ട്? അത് കണ്ടു കഴിഞ്ഞാൽ കുടിക്കാൻ ഓർമ്മയായിരുന്നു. അവൻ ചിലപ്പോൾ ഈ ബസ്സിലിരുന്ന് അവന്റെ ഹൃദയത്തിൽ വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കാൻ, കുടിക്കാൻ പാടില്ല, അത് ഹറാമാണ്, ഒന്നും ചെയ്യാൻ പാടില്ല, ഞാൻ പണ്ട് ചെയ്തു പോയതാ. അവൻ ആ മദ്യം ഉപേക്ഷിക്കുന്നതിന് അവന് പ്രതിഫലമുണ്ട്. എന്തുകൊണ്ട്? അവൻ ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ്. ഒരാൾ വീട്ടിനുള്ളിൽ ഇരിക്കുന്നു, ഒരു സ്ത്രീനെയും കാണുന്നില്ല. അവന് പ്രത്യേകിച്ചൊരു നന്മ ആ സന്ദർഭത്തിൽ സ്ത്രീയെ നോക്കുന്നില്ല എന്നതുകൊണ്ടുണ്ടോ? ഇല്ല, അവൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഒരാൾ വഴിയിൽ നടന്നു പോകുമ്പോൾ ഒരു അന്യ സ്ത്രീയെ കാണുന്നു, അവൻ കണ്ണു താഴ്ത്തുന്നു, അതിനവന് പ്രതിഫലമുണ്ട്. എന്തുകൊണ്ട്? അവൻ ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ്. നന്മകൾ ചെയ്യുന്നതിനും തിന്മകൾ പ്രവർത്തിക്കുന്നതിനും പ്രതിഫലമുണ്ട്. അവർ അള്ളാഹുവിലേക്ക് സാമീപ്യം തേടുന്നത് ഈ നന്മകളിലൂടെയും തിന്മകൾ ഉപേക്ഷിക്കുന്നതിലൂടെയുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിനോട് നിങ്ങൾ ഇത് ചേർത്ത് വായിക്കണം. തൊട്ടു മുൻപുള്ള വരിയിൽ എന്താ നമ്മൾ പറഞ്ഞത്? ദിക്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ഇബാദത്തുകൾ നിശ്ചയിച്ചിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അള്ളാഹുവിനുള്ള ദിക്ർ നിലനിർത്തുക എന്നതാണ്. എന്തിനാ ഇബാദത്ത് നിശ്ചയിച്ചത്? ദിക്റിന് വേണ്ടിയാണ്. ഏറ്റവും മഹത്തരമായ ഇബാദത്ത് ഏതാണ്? ഞാൻ അതിനേക്കാൾ മഹത്തരമായ, ഏറ്റവും മഹത്തരമായ നന്മ ഏതാണ്? ഏറ്റവും വലിയ നന്മ ഏതാണ്? തൗഹീദാണ്. ഏറ്റവും വലിയ നന്മ തൗഹീദാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാനു ബിദ്ഉൻ സബ്ഊന ശുഅബ, ഈമാൻ 70 പരം ശാഖകളുണ്ട്. അഅലാഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദിനെ ഓർമ്മിപ്പിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ് അതിൽ ഏറ്റവും ഉന്നതമായത്. തൗഹീദാണ് ഏറ്റവും വലിയ നന്മ. അതുകൊണ്ട് തൗഹീദിനെ ഓർമ്മിപ്പിക്കുന്ന ദിക്റാണ് ഏറ്റവും ഉന്നതമായ നന്മ. أفضل ما قلت أنا والنبيون من قبلي قول لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. ഞാനും എനിക്ക് മുൻപുള്ള നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് തുടങ്ങുന്ന വാക്കാണ്. തൗഹീദാണ് ഏറ്റവും വലിയ നന്മ. തൗഹീദ് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നിലനിർത്തുന്ന കാര്യമാണ്. എന്റെ തൗഹീദ് എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിനെ നീ ഏകനാക്കലാണ്. അള്ളാഹുവിനെ സ്മരിക്കുന്ന ഏറ്റവും മഹത്തരമായ ഇബാദത്ത് തൗഹീദാണ്. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, തൗഹീദില്ലേ ഒരു നന്മയും നന്മയല്ല. തൗഹീദ് ഉണ്ടോ എല്ലാ നന്മകളും അള്ളാഹ് സ്വീകരിക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, ഈ ദിക്ർ അതിൽ നിന്ന് നിന്നെ അകറ്റിക്കളയുന്ന ഏറ്റവും വലിയ കാര്യം എന്താണോ അതാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ തിന്മ. അള്ളാഹുവിനുള്ള ദിക്ർ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം തൗഹീദാണ്. അതുകൊണ്ട് തൗഹീദ് ഏറ്റവും വലിയ നന്മയാണ്.
ഈ ദിക്റിൽ നിന്ന് നിന്നെ അകറ്റുന്ന കാര്യം എന്താണോ അതാണ് ദുനിയാവിലെ ഏറ്റവും വലിയ തിന്മ. ഏതാണ് ഏറ്റവും വലിയ തിന്മ? ശിർക്കാണ്. എന്താണ് ശിർക്ക് പറഞ്ഞ? അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹം നീ അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർത്തി പറയലാണ്. അള്ളാഹുവിനെ സ്മരിക്കേണ്ടടുത്ത് നീ ആരെയാണ് സ്മരിക്കുന്നത്? അള്ളാഹുന്റെ സൃഷ്ടികളെയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, അയ്യു ദംബി അഅ്സം, ഏറ്റവും വലിയ തിന്മ ഏതാണ് അള്ളാഹുവിന്റെ റസൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അള്ളാഹുവാണ് നിന്നെ പടച്ചിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഉണ്ടായിരിക്കെ നീ അള്ളാഹുവിനൊരു പങ്കാളി വെക്കലാണ്. അള്ളാഹു നിന്നെ പടച്ചത്. നീ പറയുന്ന രോഗം മാറുമ്പോൾ എന്റെ ഔലിയ മാറ്റിയതാണ്. നിനക്ക് ബുദ്ധിമുട്ടുകൾ നീങ്ങുമ്പോ നീ പറയണം ജാറത്തിൽ വെള്ളം കുടിച്ചിട്ടാണ്. അള്ളാഹുവാണ് നിനക്കത് നൽകിയത്, അവനാണ് നിനക്ക് നിഅമത്ത് നൽകിയത്. അള്ളാഹുവിനെ സ്മരിക്കേണ്ടതിന് പകരം നീ ആരെയാണ് സ്മരിച്ചത്? അള്ളാഹുവിന്റെ സൃഷ്ടികളെയാണ്. അതിനേക്കാൾ വലിയ തിന്മ എന്താണ്? ദിക്റിലേക്ക് നയിക്കുന്നതാണ് എല്ലാ നന്മകളും, ദിക്റിൽ നിന്ന് അകറ്റുന്നതാണ് എല്ലാ തിന്മകളും. ശിർക്ക്, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ അതിനെ വികൃതമാക്കുന്ന കാര്യമാണ്, ആണ് ഏറ്റവും വലിയ തിന്മയാണ്. തൗഹീദ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ സ്ഥിരപ്പെടുത്തുന്ന കാര്യമാണ്, ഏറ്റവും വലിയ നന്മ. തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ കർമ്മം ഏതാണ്? നിസ്കാരമാണ്. നിസ്കാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅഖീമിസ് സ്വലാത ലിദിക്രി, നിങ്ങൾ നിസ്കരിക്കണം. എന്തിനു വേണ്ടി നിസ്കരിക്കണം? ലിദിക്രി, എനിക്ക് ദിക്ർ ചൊല്ലുന്നതിന് വേണ്ടി, എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി നിസ്കാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം അതിന്റെ ഉപകാരങ്ങളിൽ പെട്ടതാണ്, അത് നിന്നെ തിന്മകളിൽ നിന്ന് തടുക്കുമെന്ന്. പിന്നെന്താ പറഞ്ഞത്? വലദിക്റുല്ലാഹി അക്ബർ, നിസ്കാരത്തിന്റെ നന്മകളിൽ പെട്ടതാണ്, അത് നിന്നെ തിന്മയിൽ നിന്ന് തടുത്തു നിർത്തുമെന്ന്. പണ്ഡിതന്മാർ പറഞ്ഞു, നിസ്കാരം ഒരാൾ നിർവഹിക്കുന്നുണ്ടോ അവനെ അത് തിന്മയിൽ നിന്ന് തടുത്തിരിക്കുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. പക്ഷെ അതിന്റെ നീളത്തിലും ദൈർഘ്യത്തിലുമാണ് വ്യത്യാസമുണ്ടാകുക. ചില ആളുകൾ ഒരു നിസ്കാരം നിർവഹിച്ചാൽ ചിലപ്പോൾ അവർ ആ ഒരു മാസം ആ നിസ്കാരം, ചില ദിവസം രാത്രി ഒരാൾ രാത്രി നിസ്കരിച്ചു, അള്ളാഹു കരഞ്ഞു പ്രാർത്ഥിച്ചു, ഇബാദത്ത്, ചിലപ്പോൾ ആ ഒരൊറ്റ നിസ്കാരം കൊണ്ടാണ് എത്ര ദിവസം ഈമാനികമായി മുന്നോട്ട് പോകും. ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം ചിലപ്പോൾ ആ പവറിലായിരിക്കും, ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്, ആ നിസ്കാരത്തിന്റെ മേന്മ കൊണ്ട്. വേറെ ചില ആളുകൾ അവരുടെ ചില നിസ്കാരങ്ങൾ അവർക്ക് ചിലപ്പോൾ ഒരാഴ്ച തിന്മകളിൽ നിന്ന് അവരെ തടുത്തു നിർത്തും. ചില ആളുകൾക്ക് ഒരു ദിവസമായിരിക്കും, ചില ആളുകൾക്ക് അടുത്ത നിസ്കാരത്തിന്റെ സമയം വരെ ആയിരിക്കും. നിസ്കാരം നമ്മുടെ ഈമാനിനെ എന്താ പറയുക, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ റീചാർജ് ചെയ്യാനുള്ള കാര്യമാണ്. ചില ആളുകൾക്ക് നിസ്കാരം അവൻ ആ ദിക്റുകൾ ചൊല്ലി എഴുന്നേൽക്കുന്നത് വരെ അവനെ തിന്മകളിൽ നിന്ന് തടഞ്ഞു നിർത്തും. അതുവരെ അവൻ തെറ്റൊന്നും ചെയ്യില്ല, അത് കഴിഞ്ഞാൽ തെറ്റ് ചെയ്യും. എന്നാൽ പോലും അവനെ തിന്മയിൽ നിന്ന് അത് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. മറ്റു ചിലർക്ക് സലാം വീട്ടുന്നത് വരെയെങ്കിലും അവന് നിസ്കാരം തിന്മയിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നുണ്ട്. മുഅ്മിനായ ഒരാൾ പോലും നിസ്കരിക്കുമ്പോൾ ഹറാമ് ചിന്തിക്കോ? ഇല്ല. ഏറ്റവും ചുരുങ്ങിയത് നിസ്കരിക്കുന്ന സമയത്തെങ്കിലും അവൻ തിന്മയിൽ നിന്ന് നിസ്കാരം അവനെ തടഞ്ഞു നിർത്തും. ശരി, അള്ളാഹു പറയാം, നിസ്കാരം തിന്മകളിൽ നിന്ന് നിങ്ങളെ തടുക്കുന്നതാണ് എന്ന് അള്ളാഹു പറയാം. വലദിക്റുല്ലാഹി അക്ബർ. പക്ഷേ നിസ്കാരത്തിന്റെ ഈ ഫലത്തെക്കാൾ ഏറ്റവും വലിയ ഫലം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിനെ കുറിച്ച് നിന്നെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിനുള്ള ദിക്റാണ് ഏറ്റവും വലുത്. നിസ്കാരം കൊണ്ട് ലഭിക്കുന്ന ഏറ്റവും വലിയ ഉപകാരം എന്താ? വലദിക്റുല്ലാഹി അക്ബർ. നമുക്ക് സുബ്ഹാനല്ലാഹ് ഖുർആനിലെ ആയത്തുകൾ നോക്ക് നിങ്ങൾ. നിസ്കാരം കൊണ്ട് നിനക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഫലം അള്ളാഹുള്ള ദിക്റാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് അവന്റെ നിസ്കാരത്തിൽ നിന്നുള്ള പ്രതിഫലം എത്ര അനുസരിച്ചായിരിക്കും? അവന്റെ ദിക്ർ അനുസരിച്ചായിരിക്കും. അവൻ എത്രമാത്രം അള്ളാഹനെ സ്മരിച്ചിട്ടുണ്ടോ അത്രയും അവന് പ്രതിഫലമുണ്ട്. അപ്പോൾ ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നത് ദിക്റിനു വേണ്ടിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ
സഹാബികളിൽ ചിലർ ചോദിച്ചു, അയ്യുൽ മുജാഹിദീന അഅ്ദമു അജ്റൻ, ജിഹാദ് ചെയ്യുന്ന ആളുകൾ, യുദ്ധം ചെയ്യുന്ന ആളുകൾ, ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവർ, അവരിൽ ഏറ്റവും പ്രതിഫലം ആർക്കാണ്? ഏത് മുജാഹിദിനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ഉണ്ടാവുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലില്ലാഹി ദിക്റ, അവരിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്മരിക്കുന്നവനായിരിക്കും. ഏതാ സന്ദർഭം? യുദ്ധം ചെയ്യാൻ. അവന്റെ ശ്രദ്ധയൊന്ന് മാറിയാൽ അവനവിടെ മരിച്ചു വീഴും. ആ സന്ദർഭത്തിൽ വരെ അള്ളാഹുവിനെ സ്മരിക്കുന്നവൻ അവനാണ് കൂടുതൽ പ്രതിഫലമുള്ളത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ യുദ്ധത്തിൽ ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ ഉറച്ചു നിൽക്കണം. വദ്കുറുല്ലാഹ കസീറ, വിജയിക്കണം. ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുക. സഹോദരങ്ങളെ, എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്? അള്ളാഹുവിനെ സ്മരിക്കേണ്ടതിനു പകരം അവരുടെ സ്മരണ ആർക്കാൻ? സൃഷ്ടികൾക്കാൻ. നിങ്ങൾ ഇന്ന് മുസ്ലിം പുരോഹിതന്മാർ നടത്തുന്ന സംസാരങ്ങൾ കേട്ടു നോക്കൂ. അള്ളാഹുവിനെ കുറിച്ച് അവർ എന്താണ് പറയുന്നത്? ഔലിയാക്കന്മാരെ കുറിച്ച് 1000 നാവുകൾ ഉള്ളവർ അള്ളാഹ് എന്ന് കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കാൻ. ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഇദാ ദുകിറ അല്ലാഹു വഹ്ദഹു ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. അള്ളാഹുവിനെ കുറിച്ച് മാത്രം പറയപ്പെട്ടാൽ അവന് ദേഷ്യമായി. ദേഷ്യം കൊണ്ട് വിറക്കൻ. അതാണ് ഇശ്മഅസ്സത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. വെറും ദേഷ്യമല്ല, ദേഷ്യം കാരണം ഇങ്ങനെ കിടന്ന് വിറക്കൻ. ഒരു അള്ള മാത്രം. എന്നാൽ അള്ളാഹുവിന് പുറമേ ഉള്ളവരെ കുറിച്ച് പറഞ്ഞാൽ അവരത് സന്തോഷിക്കുന്നു. അതാണ് നമ്മെ പരാജയപ്പെടുത്തിയത്. നിങ്ങൾ എന്തുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഇതുകൊണ്ടാണ്. അള്ളാഹുവിനെ സ്മരിക്കേണ്ടടുത്ത് അവന്റെ സൃഷ്ടികളെയാണ് സ്മരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചു, അയ്യു സ്വാഇമീന അഅ്ദമു അജ്റൻ, നോമ്പ് നോൽക്കുന്ന ആളുകളുണ്ട്, ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത്? അക്സറുഹും ലില്ലാഹി ദിക്റ. ഒരേ ഉത്തരം, അവരിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്ന ആരാണ്? അവർക്കാണ്. പിന്നീട് അവർ നിസ്കാരത്തെക്കുറിച്ചും സകാത്തിനെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചും സദഖയെ കുറിച്ചും ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരേ ഉത്തരം, അക്സറുഹും ലില്ലാഹി ദിക്റ. അള്ളാഹുവിനെ ഏറ്റവും അധികം സ്മരിക്കുന്നത് ആരാണോ അവർക്കാണ് ഏറ്റവും പ്രതിഫലമുള്ളത്. ഇബാദത്തുകൾ അള്ളാഹു നിശ്ചയിച്ചത് അള്ളാഹുവിനെ സ്മരിക്കാനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബാദത്തുകളിൽ അള്ളാഹുവിനുള്ള സ്മരണ ഇല്ലാതെയാകുമ്പോൾ അത് തിരുത്തണം. നിസ്കാരത്തിലാകട്ടെ, മറ്റ് ഇബാദത്തുകളിലാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഫിഅ്ലുൽ ഫറായിദി വന്നവാഫിലി ദഅബുഹും മഅ റുഅയത്തി തഖ്സീരി വന്നുഖ്സാനി. നമ്മൾ പറഞ്ഞു, അള്ളാഹുവിന് ദിക്ർ ചൊല്ലണം. ദിക്റിന് നയിക്കുന്ന കാര്യമാണ് വഴിയിലൂടെ സഞ്ചരിക്കുന്ന സിറാത്ത് മുസ്തഖീമിൽ സഞ്ചരിക്കുന്നയാൾ. അയാൾക്ക് ഈ ദിക്ർ നിലനിർത്താൻ വേണ്ടിയാണ് എന്തുള്ളത്? ഇബാദത്തുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. നന്മ ചെയ്യണം, തിന്മ ഒഴിവാക്കണം. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ദിക്ർ നിലനിർത്താനാണ്. ശരി, നീ ഈ ദിക്ർ അധികരിപ്പിച്ചാൽ, ഇബാദത്തുകൾ അധികരിപ്പിച്ചാൽ, തിന്മകളിൽ നിന്ന് വിട്ടുനിന്നാൽ നിന്നെ ബാധിക്കാവുന്ന വലിയ ഒരു രോഗമുണ്ട്. അത് ഈ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ നിന്റെ യാത്ര മുഴുവൻ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ്. എന്താണത്? ഉജുബ് എന്ന രോഗമാണ്. എന്താ ഉജുബ് എന്ന് പറഞ്ഞാൽ? ഉജുബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ കുഴപ്പമില്ലാത്തവനാണെന്ന ചിന്തയാണ്. നല്ല നിസ്കാരവും സദഖയും നോമ്പും ഹജ്ജും മറ്റു നന്മകളും ഒക്കെ ഉണ്ട്. ഞാനൊരു കുഴപ്പമില്ലാത്തയാളാണല്ലോ, ഈ നാട്ടിലെ ഞാൻ സ്വർഗത്ത് പോയിട്ടില്ല, ഇനി ആര് പോവാനാണ്? ഇതാണ് ഉജുബ്. നീ വടിയിലൂടെ നടത്തുന്ന സിറാത്തുൽ മുസ്തഖീമിലൂടെ വെച്ച ഓരോ കാലുകളെയും തകർക്കുന്ന അസുഖമാണ്. അത് ബാധിച്ചാൽ എത്ര നടന്നിട്ട് കാര്യമില്ല, ആ നടത്തമൊക്കെ വേസ്റ്റാണ്.
ഒക്കെ എത്ര കൃത്യമായാണ് അദ്ദേഹം അത് ക്രമീകരിച്ചത് എന്ന്. ദിക്ർ വർദ്ധിപ്പിക്കാനാണ് ഇബാദത്തുകൾ. ഇബാദത്തുകൾ അധികരിപ്പിച്ചാൽ ദിക്ർ ഉണ്ടാകണം. ശരി, അതിനോടൊപ്പം നിന്നെ ബാധിക്കാവുന്ന ഒരു രോഗം നീ കരുതിയിരിക്കണം. അതെന്താ? ഉജ്ബാൻ, ഞാൻ കുഴപ്പമില്ലാത്തവനാണെന്ന ചിന്തയാണ്. സഹോദര, നീ എത്ര അള്ളാഹുവിന് ഇബാദത്ത് ചെയ്താലും അള്ളാഹു നിന്റെ റബ്ബും നീ അവന്റെ അടിമയുമാണ്. അത് ചില ആൾക്കാർക്ക് പറയുന്നത് കേൾക്കുന്നേ ഇഷ്ടമല്ല. ഇപ്പൊ ചില ആൾക്കാർ പറയും അടിമ അടിമ എന്നൊക്കെ എന്തിനാ പറയും? നീ അടിമയാണ്, അള്ളാഹുവിന്റെ അടിമയാണ്. നിനക്ക് യാതൊന്നും കയ്യിലില്ല, നിന്റേതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. നീ അവന്റെ അടിമയാണ്. അവൻ പറഞ്ഞത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ള അവന്റെ സൃഷ്ടികളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരനായവൻ ആരാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അവിടത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്? അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ്. തന്റെ അടിമക്കുമേൽ ഖുർആൻ അവതരിപ്പിച്ചവൻ അവന് സർവസ്തുതി. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അബ്ദ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്. നീ അള്ളാഹുവിന്റെ അബ്ദാണ്, അടിമയാണ്. നീ എന്തെല്ലാം അള്ളാഹുവിന് ചെയ്താലും നീ അള്ളാഹുവിനുള്ള ഒരു ബാധ്യതയും പൂർത്തീകരിച്ചിട്ടില്ല. എത്ര നീ നന്മ ചെയ്താലും അള്ളാഹു നിനക്ക് ചെയ്ത ഒരു നിഅമത്തിന് പോലും അത് പകരമാവുകയില്ല. എത്ര നീ ചെയ്താൽ ഇബാദത്ത് ചെയ്താൽ ചില ആൾക്കാർ, അതുകൊണ്ടാണ് ഇബാദത്ത് എന്ന വാക്ക് തന്നെ അത് അറിയിക്കുന്നുണ്ട്. ഇബാദത്തുൻ അബ്ദുൻ രണ്ടും ഒരേ വാക്കല്ലേ? അല്ലെ, ഒരേ വാക്കിൽ നിന്നാണ് ഇത് വരുന്നത്. ഇബാദത്തുൻ അബ്ദുൻ. ഇബാദത്ത് എന്തിനാണ്? നീ അബ്ദാണ് എന്നത് ഊട്ടി ഉറപ്പിക്കാനാണ്. പക്ഷേ നമ്മളിൽ ചിലർക്കെങ്കിലും നമ്മുടെ ഇബാദത്ത് എന്താണ് നമ്മളെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത്? ഞാൻ ആരൊക്കെയോ ആണ് എന്ന തോന്നലാണ്. നീ അബ്ദാണ് എന്ന തോന്നലാണ് ഇബാദത്തുകൾ അധികരിക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. ഞാൻ അടിമയാണ്, എൻ്റെ അടുത്ത് കുറവുകളുണ്ട്, ഞാൻ ഇനിയും ചെയ്യേണ്ടതുണ്ട്, ഞാൻ വരുത്തിയ കുറവുകൾ എത്രയുണ്ട്, എന്തെല്ലാം തെറ്റുകൾ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നു. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നമ്മളിൽ ചിലർ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നു. നമ്മുടെ ഈ ഇസ്തിഗ്ഫാർ ചോദിക്കൽ, അതിൽ വരുന്ന കുറവിന് അള്ളാഹുവിനോട് വേറെ ഇസ്തിഗ്ഫാർ തരണം. കൂട്ടുവായിട്ട് അലസമായി എവിടെയോ ചിന്തിച്ച് ആണ് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത്. നിനക്ക് ആത്മാർത്ഥമായാണ് നീ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത് എങ്കിൽ നിന്റെ ഹൃദയത്തിൽ അതിന്റെ അടയാളം ഉണ്ടാകണമായിരുന്നു. നീ എവിടെയോ ചിന്തിച്ചിട്ടാണ് അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നത്. ആ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞതിന് വേറെ അസ്തഗ്ഫിറുല്ലാ പറയണം. അതുകൊണ്ടാണ് ഒരു മുഅ്മിൻ, ഒരു മുവഹിദ്, അവൻ എത്രമാത്രം അള്ളാഹുവിലേക്ക് അടുക്കുന്നോ അത്രമാത്രം അവന് തന്റെ കുറവുകൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും. അത് നിങ്ങൾ ഇസ്ലാമിലെ ഇബാദത്തുകൾ മുഴുവൻ പരിശോധിച്ചാൽ മനസ്സിലാകും. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങട്ടെ. ഏതാണ് ഏറ്റവും വലിയ നന്മ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാക്കിയല്ല വസ്തഗ്ഫിർ ലിദംബിക്. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിക്കണം. പഠിച്ച് നീ വലിയ ആളായി എന്നാണോ പറഞ്ഞത്? വസ്തഗ്ഫിർ, അള്ളാഹുവിന്റെ പൊറുക്കലിനെ ചോദിക്കണം. ആരോട് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. ഏറ്റവും വലിയ നന്മ തൗഹീദാണ്. അത് ചെയ്ത ഉടനെ അള്ളാഹു ഓർമ്മിപ്പിച്ചത് തന്നെ വസ്തഗ്ഫിർ, അള്ളാഹ് പാപമോചനം ചോദിക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ പറഞ്ഞതായി കാണാം, എത്രമാത്രം ഒരാളുടെ തൗഹീദ് വർദ്ധിക്കുന്നോ അത്രമാത്രം ഇസ്തിഗ്ഫാർ അധികരിക്കും. തൗഹീദ് എത്രമാത്രം ശക്തമാകുന്നോ അത്രയും അയാളുടെ ഇസ്തിഗ്ഫാർ അധികരിക്കും. കാരണം അയാൾ സ്വയം മനസ്സിലാക്കണം, അള്ളാഹുവിനോട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എത്രമാത്രം കുറവുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്. തൗഹീദ് കഴിഞ്ഞാൽ ഏറ്റവും മഹത്തരമായ നന്മ ഏതാണ്? നിസ്കാരമാണ്. നിസ്കാരം കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ പറയുന്ന വാക്ക് എന്താണ്? അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് ശേഷം 3 തവണ അപ്രകാരം പറയുമായിരുന്നു എന്ന് തൗബാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം.
അതുകൊണ്ടാണ് അനേകം ഇബാദത്തുകളിൽ ഈ രീതി വന്നത്. ഇബാദത്തുകൾ അവിടെ നിൽക്കട്ടെ. ഏറ്റവും നല്ല ജീവിതം നയിച്ചതാരാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുത്തെ ജീവിതം മുഴുവൻ നന്മകളിലാണ്, ഖൈറുകളിലാണ്. എല്ലാ നന്മയും അവിടുന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ തിന്മകളിൽ നിന്നും അവിടുന്ന് വിട്ടുനിന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവിടുന്ന് ഏറ്റവും പരിപൂർണമായ ജിഹാദാണ് നിർവഹിച്ചത്. അതുപോലെ ഒരാൾ മുൻപ് ചെയ്തിട്ടില്ല, ഇനി ഒരാൾ ചെയ്യുകയുമില്ല. അവിടുത്തെ ജീവിതം, ദുനിയാവിലെ ജീവിതം അവസാനിക്കാനുള്ള സമയമെടുത്തപ്പോൾ ഖുർആനിൽ ഒരു അധ്യായം അവതരിച്ചു. സൂറത്തുൻ നസ്ർ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത് ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തലാണ്, അങ്ങയുടെ സമയം, ദുനിയാവിലുള്ള സമയം അവസാനിക്കാനായിട്ടുണ്ട്. ഇത്ര ഇബാദത്തുകൾ ചെയ്തതിന്റെ അവസാനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് എന്താ? ഇസ്തിഗ്ഫാർ. അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കണം. സഹോദരങ്ങളെ, നമ്മളിൽ പലർക്കും തെറ്റുപറ്റുന്ന സ്ഥലമാണ്. ഇബാദത്തുകൾ അധികരിക്കുമ്പോൾ കിബ്റല്ല അധികരിക്കേണ്ടത്, വിനയമാണ്. നിന്റെ കുറവുകൾ കൂടുതൽ ഓരോ ദിവസവും നീ തിരിച്ചറിയുന്നില്ലെങ്കിൽ നിന്റെ വഴി നീ തെറ്റിച്ചിട്ടുണ്ട്. ചില ആളുകൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അവന് ഞാൻ എത്ര ബെറ്ററാണ്, അവന്റെ അവസ്ഥ ഇവന്റെ അവസ്ഥ ഒന്ന് നിസ്കരിക്കണമെന്നില്ല, മറ്റേ ഞാൻ നിസ്കരിക്കുന്നില്ലേ. എത്ര ആളുകൾ അങ്ങനെ ജീവിക്കും, ഇങ്ങനെ ജീവിക്കും, ഞാനിങ്ങനെയല്ലേ. എത്രമാത്രം ഇബാദത്തുകളിൽ മുന്നിൽ പോകുന്നു, അത്രയും നിന്റെ കുറവാണ് നീ തിരിച്ചറിയേണ്ടത്, അത്രയും നിന്റെ പ്രശ്നങ്ങളാണ് നീ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇബാദത്തുകൾ അവസാനിക്കുമ്പോൾ ഇസ്തിഗ്ഫാർ പറഞ്ഞത്. അതുകൊണ്ട് ഒരു അടിമ, അദ്ദേഹം ഈ വരിയിൽ പറഞ്ഞു, ഫിഅ്ലുൽ ഫറാഇദി വന്നവാഫിലി ദഅബുഹും, ഫർദുകളും സുന്നത്തുകളും പ്രവർത്തിക്കുക എന്നത് അവരുടെ സ്ഥിരം രീതിയാണ്. അവർ നന്മകൾ ചെയ്യുന്നുണ്ട്, സ്ഥിരമായി ചെയ്യുന്നുണ്ട്. മഅ റുഅയതി തഖ്സീരി വന്നുഖ്സാനി, അതോടൊപ്പം അവർ സ്വന്തങ്ങളെ കുറിച്ച് വിചാരിക്കുന്നത് ഞങ്ങൾ കുറവ് വരുത്തിയവരാണ്, ഞങ്ങൾ അബദ്ധം പിടിഞ്ഞവരാണ്, തിന്മകൾ ചെയ്യുന്നവരാണ് എന്നതാണ് അവരുടെ ചിന്ത. ശരി, ഈ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് ലഭിക്കുന്ന മനോഹരമായ ഒരു ദുആ ഉണ്ട്. എന്നിട്ട് കൊടുക്കാൻ സമ്മാനമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ സമ്മാന വ്യവസ്ഥയെ ഏൽപ്പിക്കാം ഉത്തരം പറയുന്ന ആൾക്ക്. ഈ പറഞ്ഞ രണ്ട് കാര്യവും ഒരുമിപ്പിക്കുന്ന, സ്ഥിരമായി നമ്മൾ നടത്തുന്ന ഒരു ദുആ ഉണ്ട്. നന്മ ചെയ്യുകയും സാധ്യമാകുന്നിടത്തോളം നന്മകൾ പ്രവർത്തിക്കുകയും അതോടൊപ്പം സ്വന്തം കുറവുകൾ തിരിച്ചറിയുകയും ചെയ്യുക. രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത്. നന്മ ചെയ്യാൻ വേണം, അതോടൊപ്പം സ്വന്തം കുറവുകൾ തിരിച്ചറിയണം. നന്മ അധികരിക്കുന്നുണ്ട്, അതിനനുസരിച്ച് കുറവുകൾ സ്വയം തിരിച്ചറിയുന്നുണ്ട്. ഈ രണ്ടു കാര്യവും പറയുന്ന ഒരു ദുആ ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച ഉത്തരം കിട്ടണോ? നിങ്ങൾ ഒരു ഉത്തരം പറഞ്ഞ് വ്യാഖ്യാനിച്ചാൽ ശരിയാ. അല്ല, അഹ്സൻതു ജസാക്കല്ലാഹ്. നിങ്ങളെ പേരെന്താ? ഷക്കീർ. ജസാക്കല്ലാഹ്, അല്ലാഹു ബാരിക് ഫീക്. നമ്മളൊരു സമ്മാനം എനിക്ക് കൊടുക്കണം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ. സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ ഈ അർത്ഥമുണ്ട്. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك وأنا على عهدك ووعدك ما استطعت. സാധ്യമാകുന്നിടത്തോളം അല്ലാഹുവേ നിന്റെ കരാറുകൾ പാലിക്കാൻ ഞാൻ തയ്യാറാണ്.
എനിക്ക് സാധിക്കുന്നിടത്തോളം ഞാൻ ചെയ്യും. എന്തായാലും അർത്ഥം ഞാൻ ഫർദ് സുന്നത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നെ ഇബാദത്ത് ചെയ്യും. എന്താ അള്ളാഹുവിനുള്ള കരാറ്? ഇബാദത്ത് ചെയ്യാന്നുള്ളത്. നിന്റെ അടിമയാകാമെന്നതാണ്. അല്ലെങ്കിൽ നിന്റെ അടിമയാകാമെന്നതിനേക്കാൾ നല്ല വാക്ക് നിന്റെ അടിമത്വം ഞാൻ അംഗീകരിക്കാമെന്നതാണ്. നീ അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ നീ അള്ളാഹുവിന്റെ അടിമ തന്നെയാണ്. പക്ഷെ നീ അത് അംഗീകരിക്കുക എന്നത് അള്ളാഹുവിനോടുള്ള നിന്റെ കരാറാണ്. ആദമിന്റെ മുതുകുകളിൽ വെച്ച് അള്ളാഹു എടുത്ത കരാറാണ്. അലസ്തു ബിറബ്ബിക്കും, അവൻ ചോദിച്ചു ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? എന്താ അവർ പറഞ്ഞ ഉത്തരം? ബല, അള്ളാഹു നീ ഞങ്ങളുടെ റബ്ബാണ്. ഇത് അംഗീകരിക്കുക എന്ന കരാർ, ആ കരാർ അതാണ് ഇവിടെ പറഞ്ഞത്. ഇബാദത്തുകൾ സാധ്യമാകുന്നിടത്തോളം ചെയ്യാം. ശരി, ഇബാദത്തുകൾ ചെയ്താൽ അഹങ്കാരമാണോ കൂടിയത്? അല്ല. വഅബൂഉ ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി, നീ ചെയ്ത അനുഗ്രഹങ്ങളെല്ലാം അല്ലാഹു ഞാൻ ഏറ്റുപറയുന്നു, എന്റെ തെറ്റുകളും അല്ലാഹു ഞാൻ ഏറ്റുപറയുന്നു. സുബ്ഹാനല്ലാഹ്, ആ വാക്ക് അത്ഭുതപ്പെടുന്ന വാക്കാണ്. കാരണം ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒരാൾ നന്മ നിനക്ക് ചെയ്താൽ നീ തിരിച്ചു ചെയ്യേണ്ടത് എന്താണ്? അവൾ നന്മയാണ് ചെയ്യേണ്ടത്. ഒരാൾ നിനക്ക് സമ്പത്ത് തരുന്നു, സൗകര്യങ്ങൾ ചെയ്യുന്നു, സഹായിക്കുന്നു, അയാളെ പോയി നീ ഉപദ്രവിക്കുക അല്ല, നീ അയാൾക്ക് പോയി തിരിച്ച് നന്മയാണ് ചെയ്യേണ്ടത്. അള്ളാഹു നിനക്ക് രാവിലെ മുതൽ രാത്രി വരെ അനുഗ്രഹങ്ങളുടെ സമുദ്രം തുറന്നു വെച്ച് തന്നിരിക്കുന്നു, നീ എന്ത് തിരിച്ചു ചെയ്തത്? അബൂ ഉബിദംബി, അള്ളാഹുവിന്റെ തെറ്റുകൾ ഞാൻ ഏറ്റുപറയുന്നു. സുബ്ഹാനല്ലാഹ് പറഞ്ഞു, രാവിലെ ഇത് പറഞ്ഞാൽ വൈകുന്നേരം ആകുന്നതിന് മരിച്ചാൽ സ്വർഗത്തിലാണ്, വൈകുന്നേരം പറഞ്ഞ് രാവിലെ ആകുന്നതിന് മുമ്പ് മരിച്ചാൽ സ്വർഗത്തിലാണ്. ഇതിന്റെ അർത്ഥം പറഞ്ഞാൽ അത്രമാത്രം അത്ഭുതകരമായ ദുആ ആണ്. അതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. ഫിഅ്ലുൽ ഫറാഇദ് വന്നവാഫിലി ദഅബുഹും, ഫർളും സുന്നത്തും ഒക്കെ പ്രവർത്തിക്കുക എന്നത് അവരുടെ സ്ഥിരം സ്വഭാവമാണ്. മഅ റുഅയത്തി തഖ്സീരി വന്നുഖ്സാൻ, എന്നാൽ ഇതൊക്കെ ഉണ്ട് എങ്കിലും അവർ സ്വന്തം നഫ്സിലേക്ക് നോക്കിയാൽ അതിലുള്ള കുറവുകളാണ് തിരിച്ചറിയുന്നത്. അപ്പൊ ഇത് സിറാത്തുൽ മുസ്തഖീമിലൂടെ യാത്ര ചെയ്യുന്നയാൾക്ക് വേണ്ട കാര്യമാണ്. യാത്ര ചെയ്യാൻ സഹായകമായ കാര്യം പറഞ്ഞു. യാത്ര ചെയ്യുമ്പോൾ നിന്നെ ബാധിക്കാവുന്ന രോഗമാണ് ഈ രോഗം, ഉജുബ് എന്നത്. നമ്മുടെ സഹോദരങ്ങളെ, ഒരിക്കലും ഈ ചിന്ത ഉണ്ടാവരുത്. ഇബാദത്ത് ചെയ്തതിന് ശേഷം ഈ ചിന്ത വരുന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അടുത്ത വരിയിൽ അദ്ദേഹം പറയും, സബ്ബറുൻ നുഫൂസ അലൽ മകാരിഹി കുല്ലിഹ ഷൗഖൻ ഇലാ മാ ഫീഹി മിൻ ഇഹ്സാൻ. ശരി, നീ സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കാൻ, നീ നേരിടാൻ പോകുന്നതിന്റെ പൂക്കൾ വിരിച്ചിട്ടുള്ള, പരവതാനി വിരിച്ച, എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ വടിയല്ല നിന്നെ കാത്തിരിക്കുന്ന. പ്രയാസമുണ്ടാകും, തടസ്സങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, നിന്റെ സ്വന്തം ജീവിതത്തിലുണ്ടാകും, ദീനിന്റെ വടിയിലുണ്ടാകും, ദുനിയാവിന്റെ കാര്യത്തിലുണ്ടാകും. ഇതിലൊക്കെ പ്രയാസങ്ങളുണ്ടാകും. എന്തു വേണം അപ്പോൾ? സബ്ർ വേണം. സബ്റില്ലാത്തവന് മുന്നോട്ട് നടക്കാൻ പറ്റില്ല. സബ്റില്ല, അവൻ ഒറ്റേച്ചു പോകും. സബ്റാണ് വിജയത്തിലേക്കുള്ള വഴി. സബ്റില്ലാതെ മുന്നോട്ട് കാൽ വെക്കാൻ പറ്റില്ല. ഈ വഴിയിൽ പ്രവേശിച്ചവർ ഒരാൾ പോലും ഉപദ്രവിക്കപ്പെടാതിരുന്നിട്ടില്ല, പ്രയാസങ്ങൾ ഏറ്റുവാങ്ങാതിരുന്നിട്ടില്ല. സബ്ബറു അൻനുഫൂസ അലൽ മകാരിഹി കുല്ലിഹ, പ്രയാസങ്ങളിലെല്ലാം അവർ തങ്ങളുടെ സ്വന്തം നഫ്സുകളെ സബ്ർ പഠിപ്പിക്കും, ക്ഷമ പഠിപ്പിക്കും. ഷൗഖൻ ഇലാ മാ ഫീഹി മിൻ ഇഹ്സാനി, അള്ളാഹുവിന്റെ അരികിലുള്ള നന്മ ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ സ്വയം ക്ഷമിക്കുന്നത്. എന്തിനാണ് ക്ഷമിക്കുന്നത്? തിരിച്ചു തല്ലാൻ കഴിയാഞ്ഞിട്ടാണോ? അല്ല, അത് അജ്സാണ്, കഴിവില്ലായ്മയാണ്, ദുർബലതയാണ്. ഇത് പരിപൂർണമായ ക്ഷമയല്ല. നിനക്ക് തിരിച്ചടിക്കാൻ കഴിയും, നിനക്ക് പകരം കൊടുക്കാൻ സാധിക്കും, പക്ഷെ നീ അള്ളാഹുവിനോട് ക്ഷമിക്കാൻ. അതാണ് സബ്ർ എന്ന് പറയുന്നത്. സബ്ബറു നുഫൂസ അലൽ മകാരിഹി കുല്ലിഹ. നോക്കൂ നിങ്ങൾ, സിറാത്തുൽ മുസ്തഖീമിലേക്ക് പ്രവേശിച്ചു തുടങ്ങുന്നത് മുതൽ മരണം വരെ ആവശ്യമുള്ള കാര്യമാണ് ക്ഷമ. അതായത് അത് എപ്പോഴെങ്കിലും മാറ്റിവെക്കാൻ പറ്റിയ കാര്യമല്ല. ദിക്ർ എല്ലാ സന്ദർഭത്തിലും ദിക്റിലാണോ? അല്ല, ചില സമയത്ത് ദിക്റില്ല. പക്ഷെ സബർ എല്ലാ സന്ദർഭത്തിലും വേണം. ഈ യാത്രയിൽ ഉടനീളം ക്ഷമ വേണം. വെറുതെ കിടന്നിങ്ങനെ ഉറങ്ങാൻ, അപ്പൊ ബാങ്ക് കൊടുത്തു,
എനിക്ക് നിസ്കരിക്കാൻ പോണെങ്കിൽ ക്ഷമ വേണം. ഇല്ലാതെ പറ്റുമോ? ഇല്ല. ക്ഷമയില്ലാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തിന്മ ചെയ്യാനുള്ള ആഗ്രഹം വരുന്നത്, ക്ഷമിക്കാതെ പറ്റില്ല, പിടിച്ചു വെക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു ക്ഷമ മൂന്നാണ്. ഒന്ന് അസ്സബ്റു അലാ ഫിഅലി ത്വാആത്ത്, നന്മകൾ പ്രവർത്തിക്കാനുള്ള ക്ഷമയുണ്ട്. നന്മ പ്രവർത്തിക്കാൻ ക്ഷമ വേണം. ചില ആൾക്കാർ എന്തെങ്കിലും നല്ല ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പോയിട്ട് ഇന്ന് മുതൽ ഞാൻ ഇനി ശരിയാവും, 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവൻ വീണ്ടും പഴയ പോലെ. എന്തുകൊണ്ടാണ്? ക്ഷമയില്ലാത്തത് കൊണ്ടാണ്. ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ക്ഷമ വേണം. ചില ആളുകൾ പറയും ഈ നാട്ടിൽ ജീവിച്ചില്ലായിരുന്നെങ്കിൽ, ഈ കുടുംബത്തിൽ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ഇവരിടയിൽ ആയിരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ആകും, ഞാൻ ഇങ്ങനെയാകും. നിന്നെ ഒരു ഇരുട്ടുമുറിയിൽ ഇട്ടിട്ട് ഇബാദത്ത് ചെയ്യാനല്ല അള്ളാഹു പറഞ്ഞത്. മനുഷ്യന്മാരുടെ ഇടയിൽ ജീവിച്ചിട്ട് ഇബാദത്ത് ചെയ്യാം. തിന്മ അതിൽ നിന്ന് വിട്ടു നിൽക്കണം, ക്ഷമ വേണം. ഒരു പരീക്ഷണവും ഇല്ല, തിന്മയിലേക്ക് നയിക്കുന്ന ഒരു കാരണവും നിന്റെ മുന്നിലില്ല, പിന്നെന്താണ് അതിൽ ഒരു പരീക്ഷണമുള്ളത്? അതുപോലെ തന്നെ ഒന്ന് നന്മ ചെയ്യാനുള്ള ക്ഷമയാണ്, 2 തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ക്ഷമയാണ്, 3 അസ്സബ്റു അലൽ അഖ്ദാറിൽ മുഅലിമ, പ്രയാസകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ക്ഷമിക്കണം. 3 കാര്യമല്ലേ പറഞ്ഞത്? നന്മ ചെയ്യാൻ, തിന്മയിൽ വിട്ടു നിൽക്കാൻ, പ്രയാസം ഉണ്ടാവുമ്പോൾ ക്ഷമിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, സമ്പത്തിൽ നഷ്ടം സംഭവിച്ചു, മക്കൾ രോഗമുണ്ടായി, ബുദ്ധിമുട്ട്, ക്ഷമിക്കണം. ഈ 3 കാര്യങ്ങളിലുമുള്ള ക്ഷമ, ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ നിരന്തരം വേണ്ട കാര്യമാണ്. ഇത് 3 ഇല്ലാതെ ജീവിതമില്ല. അതല്ലെങ്കിൽ നന്മ, അതല്ലെങ്കിൽ തിന്മ, അതല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രയാസങ്ങൾ, ഇതല്ലാതെ ദുനിയാവിൽ വേറൊന്നുമില്ല. ദുനിയാവ് ആകെ ഇത് മാത്രമാണ്. ദുനിയാവ് ഒരിക്കലും സുഖിക്കാനുള്ള സ്ഥലമല്ല. ഇവിടെ ഏതു സുഖത്തിലും പ്രയാസത്തിന്റെ ഒരു കണികയെങ്കിലും ഇല്ലാതിരിക്കില്ല. ഏത് സുഖത്തിലും നിനക്ക് ദുനിയാവിൽ ഏറ്റവും വലിയ നിഅമത്ത് ലഭിച്ചു എന്ന് വിചാരിക്കുക. അതായത് ഭൗതികമായ ഏറ്റവും വലിയ നിഅമത്ത് ലഭിക്കുന്നതിനനുസരിച്ച് നിന്നോടൊപ്പം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യം എന്തായിരിക്കും? ഈ നിഅമത്ത് പോയി ഇതെങ്ങനെ കയ്യിൽ നിന്ന് പോകുമെന്നുള്ള പേടിയിരിക്കും. ഒരു പൈസ ഇല്ലാത്ത എത്ര സമാധാനത്തിലാണ് കിടന്നുറങ്ങുന്നത്. എന്നാൽ വീട്ടിൽ കുറെ സ്വർണ്ണം എടുത്ത് വെച്ചോന്റെ അവസ്ഥ എന്താ? രാത്രി ഉറങ്ങാൻ വയ്യ, ഉറങ്ങിയാൽ തന്നെ പേടിയാണ്, ഇടക്കിടക്ക് സൗണ്ട് കേട്ട എണീക്കുന്നു. അത് കേട്ട നിഅമത്തുകൾ അധികരിക്കുന്നതിനനുസരിച്ച് പേടിയാണ്, കയ്യിൽ നിന്ന് പോകുമോ എന്ന്. മക്കളെ ലഭിച്ചിരിക്കുന്നു, നിഅമത്താണ്, ഇത്ര വലിയ അനുഗ്രഹമാണ്. തോന്നാറില്ലേ നിങ്ങൾക്ക് അവരെ നോക്കുമ്പോഴൊക്കെ അള്ളാഹു കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ? ഏതു നിഅമത്തും ദുനിയാവിൽ എന്താണ്? പേടി ഉണ്ടാക്കുന്നതാണ്. കയ്യിൽ നിന്ന് പോകുന്നുള്ള പേടി എപ്പോഴും ഉണ്ടാവും. പരലോകത്തിൽ അതില്ല. അവിടെ മാത്രം, അവിടെ അതുകൊണ്ട് സ്വർഗത്തിലെ നിഅമത്തുകൾ അവസാനിക്കാതെ പേടിയില്ല, ഒരു പേടിയില്ല. ഇത് കയ്യിൽ നിന്ന് പോകുന്നു പേടിക്കണ്ട, കുറയുന്നു പേടിക്കണ്ട, കൂടാനല്ലാതെ കുറയാനില്ല. ഈ 3 കാര്യങ്ങളിൽ ക്ഷമയുണ്ട്. നന്മ ചെയ്യാൻ, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ, പ്രയാസങ്ങളിൽ ക്ഷമിക്കണം. ഇത് ജീവിതത്തിൽ മുഴുവൻ വേണ്ട കാര്യമാണ്. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, അതിരില്ലാതെ ജീവിതത്തിൽ എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കേണ്ട സ്വഭാവത്തിന് നൽകപ്പെട്ട പ്രതിഫലം അതിരില്ലാത്തതാണ്. എന്റെ ക്ഷമക്കുള്ള ആള് പ്രതിഫലം ഇന്നമാ യുവഫ്ഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്നവർക്കുള്ള പ്രതിഫലം കണക്കില്ലാത്തതാണ്. എല്ലാ സമയത്തും വേണ്ടതാണ്, ഇത് എപ്പോഴെങ്കിലും ഉള്ളതല്ല, എപ്പോഴും വേണ്ട. അതിരില്ലാതെ കയ്യിൽ കൊണ്ട് നടക്കേണ്ട പ്രവർത്തനം, അതിനുള്ള പ്രതിഫലം എന്താണ്? അതിരില്ലാത്തതാണ്. സുബ്ഹാനല്ലാഹ്, ദീനിൽ അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങളുടെ കൃത്യത നോക്കൂ നിങ്ങൾ. ക്ഷമ എപ്പോഴും വേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രതിഫലവും എപ്പോഴും നിരന്തരമായി നൽകപ്പെടുന്നതാണ്. ക്ഷമ ശീലിപ്പിക്കാൻ, ക്ഷമ എന്ന് പറഞ്ഞാൽ ഉമ്മ പെറ്റിടുമ്പോൾ ആർക്കും ഭയങ്കര ക്ഷമാശീലനായിട്ട് ആരും ജനിച്ചു വീഴുന്നില്ല. ക്ഷമ പഠിച്ചെടുക്കേണ്ട സ്വഭാവമാണ്. ക്ഷമ പരിശീലിപ്പിക്കാൻ അതിനുവേണ്ടിയാണ് ഇസ്ലാമിലെ ഇബാദത്തുകളിൽ ചിലത് അതിനുവേണ്ടിയുള്ള ഇബാദത്താണ്. ആർക്കാണ് ഒരു ഇബാദത്ത് പറയാൻ പറ്റുക? ക്ഷമ പഠിപ്പിക്കുന്ന ഒരു ഇബാദത്ത്. അതിന് ഇതൊന്നുമില്ല കേട്ടോ, സമ്മാനമില്ല. നോമ്പ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു വസ്തഈനു ബിസ്സബ്രി വസ്സലാ. നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ അല്ലാഹുവിനെ സഹായം ചോദിക്കുക. പണ്ഡിതന്മാരിൽ ചിലർ ഇവിടെ സബ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നോമ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞ ക്ഷമ നോമ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സൗമു ശഹരി സബ്ർ
وثلاثة أيام من كل شهر صوم الدهر. ക്ഷമയുടെ മാസത്തിലെ നോമ്പും അതുപോലെ എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പെടുക്കുന്നതും വർഷം മുഴുവൻ നോമ്പെടുക്കുന്നത് പോലെയാണ്. റമദാൻ മാസത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത പേരെന്താ? ഷഹറു അസ്സബ്ർ, ക്ഷമയുടെ മാസം. നോക്കൂ നിങ്ങൾ. ശരി, ക്ഷമ പഠിപ്പിക്കുന്ന ഈ ഇബാദത്തിനുള്ള പ്രതിഫലം എന്താണ്? എന്റെ നോമ്പിന്റെ പ്രതിഫലത്തിനുള്ള പ്രത്യേകത കണക്കില്ലാത്ത പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു അമലി ഇബ്നി ആദമ ലഹ്, ആദം സന്തതികളുടെ എല്ലാ പ്രവർത്തനങ്ങളും അവനുള്ളതാണ്. ഇല്ല സൗം, നോമ്പടിക. ഫഇന്നഹു ലീ, അല്ലാഹു പറയുന്നത് എനിക്കുള്ളതാണ്. വഅന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുക, കണക്കുണ്ടാവുകയില്ല. ക്ഷമ എന്നത് ഈ പാതയിൽ മുഴുവൻ ആവശ്യമുള്ളതാണ്. അതിനുള്ള പ്രതിഫലം കണക്കില്ലാത്തതാണ്. അതിന് പരിശീലിപ്പിക്കുന്ന പ്രവർത്തനമാണ് നോമ്പ്. نزلوا بمنزلة الرضا فهم بها قد أصبحوا في جنة وأمان. ശരി, നീ ഒരു പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, ക്ഷമിക്കുന്നു. നന്മ ചെയ്യാൻ ക്ഷമയോടുകൂടി നന്മകൾ ചെയ്യുന്നു. തിന്മയിൽ നിന്ന് ക്ഷമയോടുകൂടി വിട്ടുനിൽക്കുന്നു. അതിനേക്കാൾ മനോഹരമായ ഒരു പദവിയുണ്ട്. അതേതാണ് ആ പദവി? നസലു ബിമൻസിലത്തി റിദാ, ക്ഷമയുടെ മുകളിലുള്ള പദവിയാണ് തൃപ്തിയുടെ പദവി. നിനക്ക് യാത്ര വളരെ സുന്ദരമായി ആസ്വദിച്ച് ചെയ്യണം, സിറാത്തുൽ മുസ്തഖീമിലൂടെ ആസ്വദിച്ച് യാത്ര ചെയ്യണം. നസലു ബിമൻസിലത്തി റിദാ. പണ്ഡിതന്മാർ പറഞ്ഞു, ക്ഷമ വാജിബാണ്, ക്ഷമിക്കുന്നത് നിർബന്ധമാണ്. എന്നാൽ റിദ എന്നത്, തൃപ്തിയോടുകൂടി പോവുക എന്നത് അതിനേക്കാൾ മുകളിലാണ്. അത് എല്ലാവർക്കും സാധിക്കുന്നതല്ല, ഔലിയാക്കന്മാരുടെ പദവിയാണ്. അള്ളാഹു നിന്നോട് കൽപ്പിച്ച നന്മകളെല്ലാം നിനക്ക് തൃപ്തിയുള്ളതാണ്. നിസ്കരിക്കാൻ വേണ്ടി നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു പോകുന്നതും നിസ്കാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? തിന്മകൾ കാണുമ്പോൾ ഞാൻ എങ്ങനെ ഇത് ചെയ്യാതിരിക്കും, ഇഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതിൽ നിന്ന് മാറി നിൽക്കുന്നതും, ഈ തിന്മകൾ എനിക്ക് യോജിക്കുന്നില്ല, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്, എനിക്കിതൊരിക്കലും അടുപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന വ്യത്യാസമില്ലേ? പ്രയാസകരമായ കാര്യം ജീവിതത്തിൽ സംഭവിക്കുന്നു. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു വിധിച്ചതല്ലേ, ക്ഷമിക്കന്നെ, ബുദ്ധിമുട്ടായി, എന്നാലും പോലും ക്ഷമിക്കാൻ പ്രതിഫലമുണ്ട് എന്ന് പറയുന്നതും, എന്റെ റബ്ബ് എനിക്ക് വിധിക്കുന്നതിലാണ് ഞാൻ തൃപ്തിയുള്ളവനാകുന്നത് എന്ന് പറയുന്ന വ്യത്യാസമില്ലേ? റിദ എന്നത് സബറിനേക്കാൾ ഉയർന്ന പദവിയാണ്. തൃപ്തി, അള്ളാഹു എന്ത് കൽപ്പിക്കുന്നു അത് തൃപ്തിയാണ്. അള്ളാഹു എന്ത് വിലക്കുന്നു അത് തൃപ്തിയാണ്. അള്ളാഹു എന്തൊരു കാര്യം വിധിക്കുന്നു അതിൽ തൃപ്തി അടയാം. അത് പരിപൂർണമായ പദവിയാണ്. അദ്ദേഹം പറഞ്ഞു, നസലു ബിമൻസിലത്തി റിദാ ഫഹും ബിഹാ ഖദ് അസ്ബഹു ഫീ ജന്നത്തിൻ വഅമാൻ. ഈ പദവിയിലെത്തിയവൻ അവൻ ജീവിക്കുന്നത് സ്വർഗത്തിൽ ജീവിക്കുന്നത് പോലെയാണ്. കാരണം അവന് ഏത് കാര്യം മുന്നിൽ വന്നാലും തൃപ്തനാണ്. അത് തെറ്റാണ്, ജുന്നത്തിനാണ്, ജന്നത്തിനാണ്, അത് അക്ഷര തെറ്റാണ്, തിരിച്ചാണ്. ഫീ ജന്നത്തിൻ വഅമാൻ, അവൻ അതോടുകൂടി ഖദ് അസ്ബഹുനായി തീർന്നിരിക്കുന്നു. ഫീ ജന്നത്തിൻ, സ്വർഗത്തിലായതുപോലെയുണ്ട്. വഅമാനി, സമാധാനത്തിലായതുപോലെയുണ്ട്. അതുകൊണ്ടാണ് ഉലമാക്കളിൽ ചിലർ പറഞ്ഞു, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇന്ന ഫി ദുനിയ ജന്ന മൻ ദഖലഹാ ദഖല ജന്നത്തൽ ആഖിറ. ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട്, അതിൽ പ്രവേശിച്ചവൻ പരലോകത്തെ സ്വർഗത്തിലും പ്രവേശിക്കും. അതിൽ പ്രവേശിക്കാത്തവൻ പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അള്ളാഹു നിന്നോട് കൽപ്പിച്ചത് നിന്റെ തൃപ്തിയായി മാറുക എന്നതാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ്
മുൻഗാമികളിൽ ഉലമാക്കളിൽ ചിലർ പറഞ്ഞു, ലൗ അറഫ السلاطين والملوك والأغنياء ما في قلوبنا من الراحة والطمأنينة لجالدونا عليها بالسيوف. രാജാക്കന്മാരും സുൽത്താൻമാരും സമ്പന്നരും ഞങ്ങളുടെ ഹൃദയത്തിലുള്ള സമാധാനം എന്താണ് എന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ അത് കിട്ടുന്നതിനു വേണ്ടി അവർ ഞങ്ങളെ ചാട്ട കൊണ്ട് തല്ലുമായിരുന്നു. അതെങ്ങനെയും കിട്ടാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്, നിനക്ക് അല്ലാഹു എന്താണ് ചോദിച്ചത്, നീ അതിൽ തൃപ്തിപ്പെടുക. ഇമാം അഹ്മദ് അദ്ദേഹം അതിനെ കുറിച്ച് പറഞ്ഞു, അൽ ഖനാഅതു മാലുൻ ലാ യൻഫദ്. അല്ലാഹു തന്നതിൽ തൃപ്തി അടയുക എന്നത് ഒരിക്കലും അവസാനിക്കാത്ത സമ്പത്താണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ അതിനെ കുറിച്ച്. അല്ലാഹു തന്നതിൽ തൃപ്തിപ്പെടുക, ആ സമ്പത്ത് ഒരിക്കലും അവസാനിക്കൂല. റബ്ബ് തന്നതിൽ തൃപ്തനാണ്. തൃപ്തിയില്ലാത്തവനോ അവൻ എപ്പോഴും ദാഹിച്ച് അവശനായി നടക്കുന്ന നായയെ പോലെയാണ്. അല്ലാഹു ഖുർആനിൽ ദുനിയാവിനു വേണ്ടി ആർത്തി പിടിച്ചലയുന്ന ഒരു മനുഷ്യൻ അവന്റെ ഉപമയായി അള്ളാഹു പറഞ്ഞത്, വമസലുഹു കമസലിൽ കൽബി ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുകുഹു യൽഹസ്. ദുനിയാവിന് വേണ്ടി ആർത്തി പിടിച്ച് നടക്കുന്നവൻ അവന്റെ ഉപമ ഒരു നായയുടെ ഉപമയാണ്. അതിന് നീ വെള്ളം കൊടുത്താലും അത് നാവ് പുറത്തേക്കിടും, അതിനെ നീ വെറുതെ വിട്ടാലും അത് നാവ് പുറത്തേക്കിടും. അതിന് ഒരിക്കലും അവസാനിക്കുകയില്ല ആർത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ തൃപ്തി. ദീനിന്റെ വിധികളാകട്ടെ പ്രത്യേകം ശ്രദ്ധിക്കുക. തൃപ്തി എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ തീരുമാനങ്ങളിൽ മാത്രമല്ല, ദീനിൽ അള്ളാഹു വിധിച്ച കാര്യങ്ങൾ അതിൽ നീ തൃപ്തി അടയാം. അള്ളാഹു നിന്നോട് നിസ്കരിക്കാൻ പറഞ്ഞിരിക്കുന്നു, നോമ്പ് നോൽക്കാൻ പറഞ്ഞിരിക്കുന്നു, നിനക്കത് തൃപ്തികരമാവുക, നിനക്കത് ഇഷ്ടമുള്ളതാകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാനിനോട് ഇഷ്ടമുണ്ടാക്കിയിരിക്കുന്നു. നന്മകളെ അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ അലങ്കാരമുള്ളതാക്കിയിരിക്കുന്നു, ഭംഗിയുള്ളതാക്കിയിരിക്കുന്നു. കുഫറും നിഷേധവും തിന്മകളും ഹറാമുകളും അള്ളാഹു നിങ്ങൾക്ക് വെറുപ്പുള്ളതാക്കിയിരിക്കുന്നു. നമ്മൾ ചില തിന്മകൾ ഉപേക്ഷിക്കുന്നത് തിന്മ വെറുത്തുകൊണ്ടല്ല, അള്ളാഹ് ഹറാമാക്കിയതാണ്, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നു. പക്ഷെ നിന്റെ ഉള്ളിൽ ഇഷ്ടമുണ്ട്. അള്ളാഹുവിനോടുള്ള നിന്റെ ഇഷ്ടം പരിപൂർണമായാൽ അവന്റെ ഇഷ്ടം നിന്റെ ഇഷ്ടമാകും. അവന് വെറുപ്പുള്ളതെല്ലാം നിനക്ക് വെറുപ്പുള്ളതാകും. സഹാബികളുടെ ചരിത്രത്തിൽ അതിന് പറയാവുന്ന ഒരു ഉദാഹരണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു അതിഥിയുടെ വീട്ടിൽ പോയി. അപ്പോൾ അദ്ദേഹം കൊണ്ടുവച്ച ഭക്ഷണത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുബ്ബാ, ചുരങ്ങ, അത് പ്രത്യേകം തിരഞ്ഞെടുത്ത് കഴിക്കുന്നത് ഞാൻ കണ്ടു. അത് മാത്രം അവിടുന്ന് പ്രത്യേകം എടുത്ത് കഴിക്കുന്നു. അനസ് ഇബ്നു മാലിക് അദ്ദേഹം പറഞ്ഞു, അത് കണ്ടത് മുതൽ ചുരങ്ങ എനിക്കിഷ്ടമാണ്. നമുക്ക് ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ് ഭക്ഷണത്തോടുള്ള താല്പര്യങ്ങളും താല്പര്യക്കുറവും ഒക്കെ. പക്ഷേ ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞു സ്നേഹിക്കുന്ന ഒരാളൊരു കാര്യം ഇഷ്ടപ്പെട്ടാൽ എനിക്ക് അതിനോട് ഇഷ്ടം ഉണ്ടാവും. അതെന്താണ്? എന്റെ ഹുബിന്റെ ഏറ്റവും പരിപൂർണമായ അവസ്ഥയാണ്. ഈ വിഡ്ഢികളായ മനുഷ്യന്മാർ ചെയ്യുന്ന കണ്ടിട്ടില്ലേ നിങ്ങൾ? കാട്ടിക്കൂട്ടുന്നു. അവരേതെങ്കിലും സിനിമാ നടനെ മറ്റോ സ്നേഹിച്ച അയാൾ എന്താണ്, അത് വൃത്തികേടിലാണ് അവന്റെ സ്നേഹം അവൻ നശിപ്പിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊന്ന് ഇഷ്ടപ്പെടുന്നു അതിനെ നീ സ്നേഹിക്കുകയും അവൻ എന്തിനു വെറുക്കുന്നു അതിനെ നീ വെറുക്കുകയും ചെയ്യുക എന്നത് അല്ലാഹു അവനിലുള്ള തൃപ്തിയുടെ അടയാളമാണ്. അതാണ് ഏറ്റവും സബ്റിനേക്കാൾ ഉന്നതമായ പദവിയാണ്. ആ വിഷയത്തിൽ ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ സമയം കുറച്ചുള്ളൂ എന്ന് സമയം 12 നിർത്താം. പ്രധാനം എത്ര മണിക്കാം? അപ്പൊ നമ്മൾ 12 ഇത് പൂർത്തീകരിക്കാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ നമുക്കിത് പൂർത്തീകരിക്കാം. കവിത
شكروا الذي أولى الخلائق فضله بالقلب والأقوال والأركان. പ്രയാസങ്ങളിൽ നീ ക്ഷമിച്ചു. യാത്ര ചെയ്യുമ്പോൾ പ്രയാസങ്ങൾ വരും, ക്ഷമിച്ചു. ഇത് പ്രയാസം മാത്രമാണോ ഉള്ളത്? അല്ല, അനുഗ്രഹങ്ങളുമുണ്ട്. അനുഗ്രഹം ലഭിച്ചാൽ എന്തു ചെയ്യണം? ശകറു, നന്ദി കാണിക്കണം. പ്രയാസങ്ങളിൽ ക്ഷമിച്ചതുപോലെ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയും വേണം. ശകറുല്ലദീ ഔലൽ ഖലായിഖ ഫദ്ലഹു, തന്റെ സൃഷ്ടികൾ അവർക്ക് നന്മകളും ഔദാര്യങ്ങളും ധാരാളമായി നൽകിയവൻ ആ റബ്ബിനോട് അവർ നന്ദി കാണിച്ചു. ബിൽ ഖൽബി വൽ അഖ്വാലി വൽ അർക്കാനി. ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് നന്ദി കാണിച്ചു. വൽ അഖ്വാൽ, വാക്കുകൾ കൊണ്ട് നന്ദി പറഞ്ഞു. വൽ അർക്കാനി, അർക്കാൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ അവയവങ്ങൾക്ക് അർക്കാൻ എന്ന് പറയും. നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ടും അവർ അള്ളാഹുവിന് നന്ദി കാണിച്ചു. യാത്ര ചെയ്യുമ്പോൾ പ്രയാസമുള്ളതുപോലെ നന്മകൾ ഉണ്ടാകും. നന്മകൾ ലഭിച്ചാൽ നന്ദി പറയണം. അള്ളാഹു നിനക്ക് നൽകിയ ഏറ്റവും വലിയ നന്മ ഏതാണ്? മുസ്ലിമായതാണ്. നീ മുസ്ലിമായി എന്നതാണ് അള്ളാഹു നിനക്ക് നൽകിയ ഏറ്റവും വലിയ നന്മ. അറാബികൾ മുസ്ലിമായി, അവർ ഇസ്ലാം സ്വീകരിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഔദാര്യം പറയുന്നത് പോലെ, ഞങ്ങളൊക്കെ മുസ്ലിങ്ങളായില്ലേ, ഇത്രയും ആൾക്കാരൊക്കെ ആയില്ലേ, ഞങ്ങൾ പരിഗണിക്കണം എന്ന രൂപത്തിൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, യമുന്നൂന അലൈക അൻ അസ്ലമു, അവർ മുസ്ലിമായി എന്നത് അവർ ഔദാര്യമായി പറയുന്നു. ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, നിങ്ങൾ മുസ്ലിമായി എന്നത് എന്നോട് നിങ്ങൾ ഔദാര്യമായി പറയേണ്ടതില്ല. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ, നിങ്ങൾക്ക് ഈമാനിലേക്ക് വഴി കാണിച്ചതിലൂടെ അള്ളാഹുവാണ് നിങ്ങൾക്ക് ഔദാര്യം ചെയ്തത്. ഏറ്റവും വലിയ നിഅമത്ത് ഇസ്ലാമാണ്. ഒരാൾക്ക് ഇസ്ലാമിനു പകരമായി ദുനിയാവ് മുഴുവൻ നൽകപ്പെട്ടു എന്ന് വിചാരിക്കുക. ആ ദുനിയാവിലെ സമ്പത്ത് മുഴുവൻ യാതൊന്നുമല്ല ഇസ്ലാമിന് പകരമായി കൊണ്ട്. ഏറ്റവും വലിയ നിഅമത്ത് ഇസ്ലാമാണ്. പിന്നെ അതിനുശേഷം ഓരോരുത്തർക്കും അള്ളാഹു നൽകിയ നിഅമത്തുകൾ അനേകമുണ്ട്. നിഅമത്തുകൾ എണ്ണിക്കണക്കാക്കാൻ തുടങ്ങിയാൽ ഒരാൾക്കും സാധിക്കുകയില്ല. ഞാനത് കൂടുതൽ പറയുന്നില്ല. നിഅമത്തുകൾ അള്ളാഹു നൽകിയാൽ നന്ദി പറയണം. എങ്ങനെ നന്ദി പറയണം? 3 കാര്യങ്ങൾ കൊണ്ട് നന്ദി പറയണം. ഒന്ന്, ഹൃദയം കൊണ്ടായിരിക്കണം. എങ്ങനെ ഹൃദയം കൊണ്ട് നന്ദി പറയും? ഇത് എന്റെ റബ്ബ് തന്നതാണ് എന്ന തിരിച്ചറിവുണ്ടായിരിക്കണം. ചില ആളുകൾ ഇരുന്നാൽ തുടങ്ങും, ഞാൻ അവിടെ അങ്ങനെ ചെയ്തു, ഇവിടെ അങ്ങനെ ചെയ്തു, എന്റെ കഴിവ്, എന്റെ അറിവ്, എന്റെ അൽഹംദുലില്ലാഹ് എന്ന വാക്ക് അറിയാതെ പോലും എന്റെ വായിൽ വരില്ല. അള്ളാഹുവാണ് നിനക്ക് നൽകിയത്. നിന്റെ ബുദ്ധി കൊണ്ടല്ല. നിനക്ക് ബുദ്ധിയുള്ള ആൾക്കാർ മുസ്ലിം ആവാതിട്ടില്ലേ? നിനക്ക് വലിയ കഴിവുള്ള ആൾക്കാർ ഉണ്ട്. നിന്നെക്കാൾ വലിയ ശേഷിയുള്ള പലരും ഇസ്ലാം സ്വീകരിക്കാതിരുന്നിട്ടില്ലേ? ഉണ്ട്. വലിയ ശാസ്ത്രജ്ഞനാണ്, ഇത്രയും വലിയ ദൂരത്തേക്ക് റോക്കറ്റൊക്കെ പറഞ്ഞയക്കുന്നു. എങ്ങനെ അയക്കുന്നതിന് മുമ്പ് ഒരു നാരങ്ങ എടുത്ത് കുത്തിവെച്ച് വേറൊരു സാധനം കത്തിച്ച് വെച്ച് അതിന്റെ മേലെ കത്തിച്ച് പേടിയാണ്. ഈ നാരങ്ങ, ₹1 നാരങ്ങ കത്തിച്ചിട്ട് വേണോ കോടിക്കണക്കിന് ₹1 റോക്കറ്റ് പുറത്തേക്ക് പോകാൻ? ഇത്ര ബുദ്ധിയുണ്ട്. പക്ഷെ അവന് എത്തിപ്പെട്ടത് എവിടെയാണ്? ഇസ്ലാം അള്ളാഹുവിന്റെ ദീനാകുന്ന ഹിദായത്ത് ഇല്ലാതെയായപ്പോൾ അവൻ എത്തിപ്പെട്ട വഴികേടിന്റെ ആഴം എത്ര വലുതാണ്. ബുദ്ധിയിലായിട്ടാണോ? ബുദ്ധിയുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സഹോദരങ്ങളെ, ഇസ്ലാമാകുന്ന നിഅമത്ത്, അതിനുള്ള നന്ദി ഹൃദയം കൊണ്ട് പറയണം. അതോടൊപ്പം നിന്റെ ദുനിയാവിൽ അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, മറ്റനേകം നിഅമത്തുകൾ, ഇതിനെല്ലാം ഹൃദയം കൊണ്ട് അള്ളാഹുവിനോട് നന്ദി പറയണം. രണ്ടാമത്തേത്, നിന്റെ നാവ് കൊണ്ട് അള്ളാഹുവിന് നന്ദി പറയണം. അൽഹംദുലില്ലാഹ് എന്ന് പറയണം. നാവ് കൊണ്ട് അള്ളാഹുവിന് ശുക്ർ പറഞ്ഞുകൊണ്ടിരിക്കണം. മൂന്നാമത്തേത്, നിന്റെ ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് അള്ളാഹുവിന് നന്ദി പറയണം. എങ്ങനെ നന്ദി പറയാം? അള്ളാഹു നിനക്ക് ഏതൊരു നിഅമത്താണോ നൽകിയത് അത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് വേണ്ടി നീ ഉപയോഗപ്പെടുത്തുക.
അള്ളാഹുവിനെ അനുസരിക്കുന്നതിനു വേണ്ടി അവൻ നൽകിയ അനുഗ്രഹങ്ങൾ നീ ഉപയോഗപ്പെടുത്തുക. അതാണ് അദ്ദേഹം ആ കവിതയിൽ പറഞ്ഞത്. സമയം ഇങ്ങനെ 10 മിനിറ്റ് അവസാനിക്കാനാവുമ്പോ എന്തെങ്കിലും കാണിച്ചാൽ മതി. അടുത്ത വരിയിൽ അദ്ദേഹം പറഞ്ഞു, സാഹിബു തവക്കുല ഫീ ജമീഇ ഉമൂരിഹിം മഅ ബദ്ലി ജഹദിൻ ഫീ റിദർ റഹ്മാൻ. ശരി, നിനക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കണം, നന്മകൾ ലഭിച്ചാൽ നന്ദി പറയണം. പക്ഷെ യാത്ര ഇനിയും മുന്നോട്ടുണ്ട്, ഇനി മുന്നോട്ട് പോകാനുണ്ട്. മുന്നോട്ടുള്ള യാത്രയിൽ നിന്നെ കാത്തിരിക്കുന്നത് എന്താണെന്ന് നിനക്കറിയില്ല. ലാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. എവിടെ വെച്ച് മരിക്കുമെന്ന് അവൻ അറിയില്ല. എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നത് എന്ന് അവൻ അറിയില്ല. അനിശ്ചിതത്വങ്ങൾക്കിടയിലാണ്, അസ്ഥിരതകൾക്കിടയിലാണ്. എന്ത് സംഭവിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഇരിക്കുന്നതിനിടയിൽ അല്ലാഹു കാക്കട്ടെ, ഒരാൾക്ക് മരണം വന്നെത്തുമോ ഒന്നും പറയാൻ പറ്റില്ല. എന്തെല്ലാം പ്രതീക്ഷകളുമായി ഇറങ്ങിയ ആളുകളായിരിക്കും നമ്മളൊക്കെ. അപ്പോൾ എന്തും എപ്പോഴും സംഭവിക്കാം. മുന്നിലേക്കുള്ള വഴിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലാഹു അഅലം. ഈ യാത്രയിൽ മുന്നിലേക്ക് നടക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം? തവക്കുൽ വേണം. അല്ലാഹുവിൽ ബലമേൽപ്പിക്കണം. അതാണ് അദ്ദേഹം പറഞ്ഞത്, സാഹിബു തവക്കുല ഫീ ജമീഇ ഉമൂരിഹിം. തങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അവർ തവക്കുൽ, അല്ലാഹുവിൽ ബലമേൽപ്പിക്കുക എന്നത് മുറുകെ പിടിച്ചിരിക്കുന്നു. മഅ ബദ്ലി ജുഹ്ദിൻ ഫീ റിദർ റഹ്മാനി. തവക്കുൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഒരു പണി എടുക്കാതിരിക്കില്ല. മഅ ബദ്ലി ജുഹ്ദിൻ, അവർ പണിയെടുക്കുന്നുണ്ട്. ഫീ റിദർ റഹ്മാനി, റബ്ബിനെ തൃപ്തിപ്പെടുത്താനുള്ള പണിയെടുത്തുകൊണ്ടാണ് അവർ തവക്കുൽ ചെയ്യുന്നത്. തവക്കുൽ എന്ന വാക്ക് കേട്ടാൽ നമ്മളിൽ പലർക്കും ഓർമ്മ വരെ ദുനിയാവിലെ തവക്കുലാണ്. വണ്ടി വീട്ടിലുണ്ട്, കള്ളം കട്ടുകൊണ്ടായിരിക്കും തവക്കുൽ ചെയ്യണം, ബിസിനസ് തവക്കുൽ ചെയ്യണം. തവക്കുൽ ഏറ്റവും അധികം വേണ്ടത് ദീനിന്റെ കാര്യത്തിലാണ്. ദുനിയാവിന്റെ കാര്യത്തിലുള്ളതിനേക്കാൾ ഏറ്റവും അധികം നമുക്ക് തവക്കുൽ എവിടെ വേണ്ടത്? ദീനിന്റെ കാര്യത്തിലാണ്. അള്ളാഹുവിൽ ബരമേൽപ്പിക്കാതെ ഒരാളുടെ ദീനും സുരക്ഷിതമല്ല. പറഞ്ഞതുപോലെ ഇന്ന ഖുലൂബ ബനി ആദം ബൈന ഉസ്ബുഐനി മിൻ അസാബിഇർ റഹ്മാൻ കഖൽബിൻ വാഹിദ്. മനുഷ്യരുടെ ഹൃദയങ്ങൾ ഒരൊറ്റ ഹൃദയം പോലെ അള്ളാഹുവിന്റെ 2 വിരലുകൾക്കിടയിലാണ്. യുഖല്ലിബുഹാ കൈഫ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവനത് മാറ്റിമറിക്കുന്നു. എത്ര ആളുകൾ വലിയ ഖൈറുകളിൽ നമ്മൾ കണ്ടു, പിന്നെ അവനെ നമ്മൾ കണ്ടത് എവിടെയാണ്? വലിയ ഷറുകളിലാണ്. നിന്റെ ദീൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ തവക്കുൽ വേണം, അല്ലാഹുവിൽ ബലമേൽപ്പിക്കണം. വതവക്കൽ അലൽ ഹയ്യ് അല്ലദീ ലാ യമൂത്, മരിക്കാത്ത എന്നെന്നും ജീവിക്കുന്ന അല്ലാഹുവിൽ നീ ബലമേൽപ്പിക്കണം. എങ്ങനെ ബലമേൽപ്പിക്കണം? അല്ലാഹുവിന്റെ ദീൻ ഞാൻ നിന്നെ ഏൽപ്പിക്കണം. അതുകൊണ്ട് തവക്കുൽ എന്ന വാക്ക് കേട്ടാൽ പലർക്കും ദുനിയാവ് ഓർമ്മ വരാം. അതെ, ദുനിയാവിന്റെ കാര്യത്തിൽ തവക്കുൽ വേണം, പക്ഷേ അതിനേക്കാൾ കൂടുതൽ തവക്കുൽ എവിടെ വേണ്ടത്? ദീനിന്റെ കാര്യത്തിൽ. നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് ഒന്നും എവിടെ എത്തിക്കാൻ പറ്റില്ല അല്ലാഹുവിന്റെ സഹായമില്ലാതെ. എന്താ ഫാത്തിഹയിൽ നമ്മൾ പറഞ്ഞത്? ഇയ്യാക നഅ്ബുദ്, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളങ്ങ് ആരാധിച്ചോളാം എന്നാണോ പറഞ്ഞത്? ആരാധിക്കണമെങ്കിൽ എന്തു വേണം? വഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോടാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. നിന്റെ സഹായമില്ലാതെ ഇബാദത്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിസ്കാരത്തിലേക്ക് ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ തിരിച്ചു പറഞ്ഞത്? ഇവരില്ലാത്ത കുറച്ച് ചിന്തകന്മാർ പഠിത്തം എഴുതിയിരുന്നു. ഹദീസിനെ നിഷേധിക്കാനായിട്ട് ഇറങ്ങിയ കുറച്ച് ആൾക്കാർ അവർ ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയും. എനിക്കത് ശരിയെന്ന് തോന്നില്ല. ഒരിക്കലും നബി അങ്ങനെ പറയില്ല. ഞങ്ങൾ പറയുന്നത് നഅം നഅം എന്നാണ്. നഅം അതേ വരും വരും എന്ന് പറയും. അത് വിവരക്കേടിന്റെ ആഴം നോക്കൂ നിങ്ങൾ. എന്തുകൊണ്ടാണ് ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ ഇവന്റെ ബുദ്ധിയിൽ വന്നതുപോലെ നഅം എന്ന് പറയാതിരുന്നത്? മറിച്ച് പറഞ്ഞത് എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് മാറാൻ എനിക്ക് കഴിയില്ല.
അവനെ കൊണ്ടല്ലാതെ എനിക്ക് യാതൊരു ശക്തിയുമില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അത് നിസ്കരിക്കാൻ വരണമെങ്കിൽ നിന്റെ സഹായം വേണം. നിന്റെ സഹായമില്ലാതെ എനിക്ക് അവിടേക്ക് എത്താൻ പറ്റില്ല. സ്വന്തം കഴിവുകേട് ഏറ്റുപറയലാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന വാക്ക്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള തവക്കുൽ ദീനിന്റെ കാര്യത്തിൽ വേണം, ദുനിയാവിന്റെ കാര്യത്തിലും വേണം. എങ്ങനെയാണ് തവക്കുൽ ചെയ്യേണ്ടത്? തവക്കുൽ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ തവക്കുലാണ്. ഒന്നാമത്തെ കാര്യം അസ്തിഖതു ബില്ലാഹ്, അല്ലാഹുവിലുള്ള ഉറച്ച വിശ്വാസം. അവൻ എന്നെ കൈവടിയില്ല, റബ്ബ് എന്നെ കൈവടിയില്ല എന്ന ഉറച്ച വിശ്വാസം. തവക്കുലിന്റെ ഒന്നാമത്തെ പടി. രണ്ടാമത്തെ കാര്യം അൽ-ഇഅ്തിമാദു അലല്ലാഹ് വതഫ്വീദുൽ ഉമൂരി ഇലൈഹി, അല്ലാഹുവിന്റെ മേൽ കാര്യങ്ങളെ ഏൽപ്പിക്കുക. റബ്ബേ എന്റെ ദീൻ അല്ലാഹു ഞാൻ നിന്നെ ഏൽപ്പിക്കാം. എന്താ രാവിലെ വൈകുന്നേരമുള്ള പ്രാർത്ഥന? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അല്ലാഹുവിന്റെ കാര്യങ്ങൾ നീ ശരിയാക്കി തരണേ, ഒരു നിമിഷ നേരത്തേക്ക് പോലും നീ എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുതേ. ഈ ശിർക്ക് ചെയ്യുന്ന ആളുകൾ ഈ ഔലിയാക്കന്മാരടുത്തും അമ്പിയാക്കന്മാരടുത്തും ജാറത്തിലേക്കും ഖബറുകളിലേക്കും മഖ്ബറകളിലേക്കും ഓടിപ്പോകുന്നവർ ഒറ്റ ഭാഗം മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്റെ അടുത്തേക്ക് എന്നെ കാര്യം ഏൽപ്പിക്കരുത്. നിനക്ക് നടക്കാനും ഇരിക്കാനുള്ള കഴിവുണ്ട്. ആ ഖബർ കിടക്കുന്ന മനുഷ്യൻ പാവം, അയാൾ മരിച്ചിട്ട് കിടക്കാൻ, അല്ലെങ്കിൽ നടക്കാനും ഇരിക്കാനും പോലും വയ്യ. നിന്നെ ഏൽപ്പിക്കരുത് നിന്റെ കാര്യം എന്നാണ് നീ അല്ലാഹുവോട് ദുആ ചെയ്യുന്നത് എങ്കിൽ എങ്ങനെ നീ നിന്റെ കാര്യം ഔലിയാക്കന്മാരെ ഏൽപ്പിക്കാൻ? എത്ര വലിയ വിഡ്ഢിയാണ് അവൻ. ഏറ്റവും വലിയ വിവരക്കേടിഞ്ഞതാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ കാര്യങ്ങളെ ഏൽപ്പിക്കുക തവക്കുലിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഒന്നേതാ? അല്ലാഹുവിലുള്ള ഉറച്ച വിശ്വാസം. 2 അവനെ കാര്യങ്ങൾ ഏൽപ്പിക്കുക. 3 ബദ്ലുൽ അസ്ബാബ്. നീ എന്താണോ ഉദ്ദേശിക്കുന്നത്, എന്തൊരു കാര്യത്തിലാണോ അല്ലാഹു തവക്കുൽ ചെയ്തത്, ആ കാര്യം നേടാനുള്ള പണി നീ ചെയ്യുക. പണിയെടുക്കാതെ ഞാൻ തവക്കുൽ എന്ന് പറഞ്ഞാൽ തവക്കുലല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ യമനിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നു. മദീനയിലെ പള്ളിയിലുണ്ട്. ഇവരിങ്ങനെ മദീനയിലെ പള്ളിയിൽ ഇരിക്കുന്നു, ഭക്ഷണം പറ്റി പള്ളിയിൽ കൊണ്ടുപോയി തിന്നുന്നു, അങ്ങനെ ജീവിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് അവരോട് ചോദിച്ചു, മൻ അൻതും, നിങ്ങൾ ആരാണ്? അവർ പറഞ്ഞു, നഹ്നുൽ മുതവക്കിലൂൻ, ഞങ്ങൾ തവക്കുലുള്ള ആൾക്കാരാണ്, അല്ലാഹു പരമേൽപ്പിച്ചിറങ്ങിയതാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ബല അൻതും മുതഅക്കിലൂൻ, നിങ്ങൾ നാട്ടുകാരെ ഭക്ഷണം ഒരു പണിയെടുക്കാതെ തിന്നാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണ്, തവക്കുലുള്ള ആളുകളല്ല. തവക്കുൽ എന്ന് പറഞ്ഞാൽ പണിയെടുക്കലാണ്, അമൽ ചെയ്യലാണ്, വെറുതെ ഇരിക്കലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് ഇറങ്ങിയത് എങ്ങനെ? സാധാ ഷർട്ടും അല്ലെങ്കിൽ സാധാ ഡ്രസ്സ് ധരിച്ചിട്ട് ഇറങ്ങിയത് അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പടച്ചട്ട ധരിക്കുന്നു. അതുപോലെ തന്നെ യുദ്ധത്തിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നു. അവിടുന്ന് ഏറ്റവും തവക്കുലുള്ള ആളാണ്. അള്ളാഹ് എന്നെ സംരക്ഷിക്കുന്നു പറഞ്ഞിട്ട് യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ഒന്നും പടച്ചട്ടെന്ന് നിയതാണ് അല്ല. ഒരാൾ തന്റെ ഒട്ടകത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ അതിനെ കെട്ടിയിടാതെ തവക്കുൽ ചെയ്യണോ അല്ല കെട്ടിയിട്ടിട്ട് തവക്കുൽ ചെയ്യണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിൽഹാ, നീ അതിനെ കെട്ടിയിടുക, എന്നിട്ട് അല്ലാഹുൽ പരമേൽപ്പിക്കുക. പണിയെടുക്കാതെ തവക്കുൽ ചെയ്യുക എന്നത് ഒരുത്തൻ തന്റെ മടി അതിലൂടെ കാണിക്കുന്നു എന്നതല്ലാതെ അത് തവക്കുലല്ല. എന്നാൽ ഇതിന് നേർ വിപരീതമായ അവസ്ഥയുണ്ട്. അതിന്റെ പണിയെടുത്തിട്ട് അവനവന്റെ പണിയിൽ മാത്രം ഊന്നുക എന്നത്. ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്, നീ ശരിയായിക്കോളും. അല്ലാഹുവിൽ ബലമേൽപ്പിക്കാതെ അവനവന്റെ കഴിവിൽ മാത്രം ഒരാൾ ഊന്നി നിൽക്കുക എന്നത് അത് കിബ്റാണ്. എന്നാൽ ഒരു പണിയും എടുക്കാതെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നു എന്ന് അവകാശപ്പെടൽ അത് പാടില്ല. അയ്യേ അടുത്ത വരിയിൽ അത് നിങ്ങൾ പറയുന്നത്.
അടുത്ത വരിയിൽ അദ്ദേഹം പറഞ്ഞു അബദുൽ ഇലാഹ അല ഇഅ്തിഖാദി ഹുദൂരിഹി ഫതബവഉ ഫീ മൻസിലിൽ ഇഹ്സാനി. അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് സഞ്ചരിക്കുന്നവർ പല പദവികളിലാണ്. ഈ വഴിയിൽ പോകുന്നവർ എല്ലാവരും ഒരേ പദവിയിലാണോ? അല്ല, ചിലർ ഉന്നതമായ പദവിയിലാണ്, ഉന്നതമായ ശ്രദ്ധയിലാണ്, തയ്യാറെടുപ്പിലാണ്. ഒരാൾക്ക് സിറാത്തുൽ മുസ്തഖീമിലൂടെയുള്ള യാത്രയിൽ എത്തിപ്പിടിക്കാവുന്ന ഏറ്റവും ഉന്നതമായ പദവി ഇഹ്സാനിന്റെ പദവിയാണ്. അയാൾക്ക് കിട്ടാവുന്നത് വെച്ച് ഏറ്റവും വലിയ പദവി അതാണ് ഇഹ്സാൻ. എന്താണ് ഇഹ്സാൻ? അതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. അബദുൽ ഇലാഹ, അവർ തങ്ങളുടെ ഇലാഹിനെ ആരാധിക്കുന്നു. അല ഇഅ്തിഖാദി ഹുദൂരിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ തങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിലാണ് അവർ ഇബാദത്ത് ചെയ്യുന്നത്. എപ്പോഴും ആ ബോധ്യത്തിലാണ്. ഫതബവഉ ഫീ മൻസിലിൽ ഇഹ്സാനി, അങ്ങനെ അവർ ഇഹ്സാൻ എന്ന പദവിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്സാൻ എന്ന പദവി അവിടുന്ന് വിവരിച്ചു തന്നിട്ടുണ്ട്. അതാണ് ഒരാൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പദവി. എന്റെ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഈ ഉന്നതമായ പദവികളെ കുറിച്ച് അതൊന്നും എന്നെ കൊണ്ട് നടക്കൂല എന്ന് പറയരുത്. നമുക്ക് തൊട്ട് മുമ്പ് തന്നെ പറഞ്ഞ തവക്കുൽ ചെയ്യണമെന്നാണ്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ദീനിലെ ഉന്നതമായ പദവികൾ നേടിയെടുക്കാൻ പണിയെടുക്കുക. അള്ളാഹുവാണ് തൗഫീഖ് നൽകുന്നവൻ. നിനക്കറിയില്ല. ചില ആളുകൾ ചിലർക്ക് കേൾക്കുമ്പോൾ അതൊന്നും എന്നെ കൊണ്ട് നടക്കില്ല, അതൊക്കെ വേറെയുള്ളവർ, അങ്ങനെ വിചാരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സല്ലല്ലാഹുൽ ഫിർദൗസ്, നിങ്ങൾ അള്ളാഹുവിനോട് ഏറ്റവും ഉന്നതമായ ഫിർദൗസ് ചോദിക്കുക. ഏറ്റവും ഉന്നതമായ പദവിയാണത്. ഇഹ്സാൻ എന്ന പദവി എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇഹ്സാനു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അല്ലാഹു സുബ്ഹാനഹു വതആലയെ നീ കാണുന്നുണ്ട് എന്നതുപോലെ അവന് നീ ഇബാദത്ത് ചെയ്യലാണ് ഇഹ്സാൻ. അതിനേക്കാൾ നന്നായി ഒരാൾക്ക് ഇനി സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. നീ ഈ യാത്രയിൽ ഓരോ കാൽവെപ്പുകളും എടുത്തു വെക്കുന്നത് നിന്റെ റബ്ബിനെ നീ മുന്നിൽ കാണുന്നു എന്നതുപോലെയാണ്. എത്ര മനോഹരമായ നടത്തമായിരിക്കും അത്. അള്ളാഹുവിനെ നോക്കുന്നുണ്ട്, അള്ളാഹുവിനെ അവൻ കാണുന്നുണ്ട് എന്നതുപോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്സാനു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ അവനെ നീ ഇബാദത്ത് ചെയ്യലാണ് ഇഹ്സാൻ. അത് ഏറ്റവും ഉന്നതമായ പദവിയാണ്. നീ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ അവനെ ഇബാദത്ത് ചെയ്യാം. അവനെ നീ കാണുന്നില്ലെങ്കിൽ അവനെ കാണുന്നുണ്ട് എന്നതുപോലെ. റബ്ബുൽ ആലമീനായ ജബ്ബാറും അദീമും ഖാലിഖുമായ അള്ളാഹുവിന് മുൻപിൽ നീ പോയി നിൽക്കുമ്പോൾ നീ എങ്ങനെയായിരിക്കും? അതുപോലെ നീ ഇബാദത്ത്, ഏറ്റവും ഉന്നതമായ പദവിയാണ്. അതിന് നിനക്ക് സാധിക്കില്ലെങ്കിൽ അതിന് നിനക്ക് എത്തിപ്പിടിക്കാനില്ല. അതിന് തൊട്ട് താഴെയുള്ള പദവി എന്താണ്? വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അവനെ കാണുന്നത് പോലെ നീ ആരാധിക്കുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നീ അവനെ ആരാധിക്കുക. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അള്ളാഹു നിന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഞാൻ നിർത്തല്ലേ? നിർത്തല്ലേ? സമയല്ലേ? സമയം ആവാത്ത പോലെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കുറച്ച് വരികയുള്ളൂ. പിന്നെ നമുക്ക് ഇല്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. അപ്പം എന്താ പറയുന്നത്? നിങ്ങൾ പറഞ്ഞത് ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ അവസാനിപ്പിക്കാം. സഹോദരങ്ങളിൽ കുറച്ച് വരികൾ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം നമുക്ക് എപ്പോഴും വരാനും പൂർത്തീകരിക്കാം. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ അള്ളാഹു ദുആ ചെയ്യുക, പ്രവർത്തിച്ചു നോക്കുക. അള്ളാഹുവാണ് വഴി എളുപ്പമാക്കി തരുന്നവൻ. പണിയെടുക്കാതെ ഇരിക്കുക എന്നത് നമ്മൾ അവസാനിപ്പിക്കണം. ശരിയാകണം.
മാറണം എന്ന തീരുമാനം നമുക്കുണ്ടാവണം. അത് നന്മയുടെ തുടക്കം. എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്ന് തീരുമാനിച്ചാൽ അവിടെ മുതൽ നമ്മൾ പരാജയം സമ്മതിച്ചു കഴിഞ്ഞു. ഇതൊരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ നമ്മുടെ ശത്രുപക്ഷത്തുള്ളത് ശൈത്താനാണ്. അവനെ പരാജയപ്പെടുത്തിയേ തീരും. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരാൾ ദുനിയാവിലുള്ള ഏതൊരു ശത്രുവിന് മുൻപിലും പരാജയപ്പെട്ടാൽ അവന് പരലോകത്ത് അല്ലാഹുവിന്റെ പ്രതിഫലമുണ്ട്. ദുനിയാവിൽ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത ഒരാൾ കൊല്ലപ്പെട്ടു, ഇസ്ലാമിന് വേണ്ടി, അവൻ ഷഹീദാണ്. അയാളുടെ മുന്നിൽ പരാജയപ്പെട്ടാൽ അള്ളാഹുവിന്റെ പ്രതിഫലമുണ്ട്. ശൈത്താനോടുള്ള യുദ്ധത്തിൽ നീ പരാജയപ്പെട്ടാൽ വല്ല പ്രതിഫലമുണ്ടോ? ഇല്ല. നീ തോറ്റു, നിന്റെ കാര്യം കഷ്ടത്തിലായി. പരാജയപ്പെടരുത് സഹോദരങ്ങളെ. നാളുകൾ മുന്നോട്ട് നീങ്ങുമ്പോൾ, ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിൽ പലരെയും എന്ത് ബാധിക്കും? ഇനിയും എത്ര കാലമാണ് ഇങ്ങനെ പോകേണ്ടത് എന്ന ചിന്ത ബാധിക്കും. ബാധിക്കരുത്. ദിവസങ്ങൾ ഇനി കുറച്ചേ ബാക്കിയുള്ളൂ. ദുനിയാവ് തന്നെ വളരെ കുറച്ചാണ് ഇനി ബാക്കിയുള്ളത്. കുറച്ചു ദിവസങ്ങൾ കൂടി ക്ഷമയോടുകൂടി പിടിച്ചു നിന്നാൽ അവസാനമില്ലാത്ത സ്വർഗം മരണത്തിന് ശേഷം കാത്തിരിക്കുന്നു. ആ ബോധ്യം അമലുകളിൽ മുന്നേറാൻ നമ്മെ സഹായിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായി മുവഹ്ഹിദീങ്ങളായി ജീവിക്കാനും മരിക്കാനും നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله وسلم بارك على نبينا محمد وعلى آله وصحبه وسلم. ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യം അറിയിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെയാണ് ചെയ്യേണ്ടത്.